പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗഭരിത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ലിജോ ജോർജ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ അവസാനം വരെ നമുക്ക് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ലിജോ ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പ്രൈസ് ലോർഡ് ദൈവദാസനെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. തീർച്ചയായും. എൻ്റെ പേര് ലിജോ ജോർജ്. എൻ്റെ സ്ഥലം തൃശ്ശൂരിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ദൂരെ ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു നല്ലൊരു ഗ്രാമപ്രദേശമാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മോൻ്റെ പേര് ജോയൽ, മോളുടെ പേര് ഹന്ന. എൻ്റെ വൈഫിൻ്റെ പേര് ജോയ്സി ലിജോ. ഞാൻ എൻ്റെ പപ്പയോടും മമ്മിയോടും കൂടെ ആയിരിക്കുന്നു. ഞാൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ഒരു ശുശ്രൂഷകനായി. കർത്താവദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളു. വളരെ സന്തോഷത്തോടെയാണ് ഈ അരോമ ടിവിയിലെ എനിക്ക് യേശു കൂടെ നൽകി തന്ന സാക്ഷ്യത്തെ പറയുവാൻ ദൈവം ഭാഗ്യം തന്നെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഡാനിയൽ ജോൺ ഗുജറാത്ത് കർത്താവിന്റെ ദാസനോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ബാല്യകാല അനുഭവം തൊട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ച് വളർന്നത് തൃശ്ശൂരിൽ നിന്ന് വീണ്ടും ഒരു 13 കിലോമീറ്റർ അകലെ വട്ടപ്പാറ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു കുഞ്ഞൊരു ഭവനം എന്ന് പറഞ്ഞാൽ ഒരു 8 കെട്ട് ഓലയും കൊണ്ട് പെരമേഞ്ഞ ഒരു കുഞ്ഞു ഭവനത്തിൽ ആണ് ഞാൻ വളരുവാൻ ഇട വന്നത്. ആ സമയങ്ങളിൽ ഞങ്ങൾ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അപ്പച്ചൻ പല വർഷങ്ങളിൽ കപ്പ്യാരായിട്ട് ജോലി ചെയ്യാനായിട്ട് ഇട വന്നിട്ടുണ്ട്. എൻ്റെ പപ്പയുടെ പേര് PU ജോർജ് എന്നാണ്. എൻ്റെ മമ്മിയുടെ പേര് ലിസി എന്നാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് ലിജി എന്നാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ജീവിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ലൈഫിൽ ഒരു പനി വന്നു. തൊട്ടടുത്തുള്ള ചെറിയ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ടാബ്ലറ്റ് കഴിച്ചു, പനി മാറി. അല്പം കഴിഞ്ഞപ്പോൾ പനി വീണ്ടും വരാൻ തുടങ്ങി. വീണ്ടും ഹോസ്പിറ്റലിൽ പോയി, ടാബ്ലറ്റ് തന്നു, പനി മാറി. പക്ഷെ തുടർമാനം ഇങ്ങനെ പനി വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വർഷത്തോളം എന്നെ ചെറിയ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. കാരണം വലിയൊരു ഹോസ്പിറ്റലിൽ പോകാനുള്ള സാമ്പത്തികമായൊരു വഴി ഇല്ലായിരുന്നു. കാരണം എൻ്റെ പപ്പ ജോലി ചെയ്തത് കോറിയില് മടയിൽ കല്ല് തല്ലുന്ന ഒരു ജോലിയായിരുന്നു. തുച്ഛമായ ഒരു വരുമാനമായിരുന്നു എൻ്റെ പപ്പയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഒരു വർഷത്തോളം പോകാൻ ഇട വന്നില്ല. പക്ഷെ എൻ്റെ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിപ്പാൻ ഇട വന്നു. അവിടുത്തെ ഡോക്ടറായ വിക്ടർ ജോസഫ് ഡോക്ടർ എൻ്റെ ബ്ലഡ് എടുത്തിട്ട് തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു പോളിക്ലിനിക്ക് ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. എൻ്റെ പപ്പ വലിയ ടെൻഷനൊന്നും കൂടാതെ ബസ് കയറി പോളിൽ ചെന്ന് ബ്ലഡ് പരിശോധിച്ചു. റിസൾട്ടുമായിട്ട് തിരിച്ച് വടക്കാഞ്ചേരിയിലേക്ക് യാത്ര ചെയ്ത് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: കുഞ്ഞിന് പനി മാറാത്തതിന്റെ ഒരു കാരണം കുഞ്ഞിന് ബ്രെയിൻ ട്യൂമർ എന്ന മാരകമായ രോഗം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. 40% തലച്ചോറ് പഴുപ്പടിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ആ ഡിവൈൻ ഹോസ്പിറ്റൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. എൻ്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് 6 പ്രാവശ്യം ടൈഫോയിഡ് പനി നിരന്തരമായി വന്നുകൊണ്ടിരുന്നു.
വന്നുകൊണ്ടിരുന്നു. ആദ്യത്തെ ടൈഫോയിഡ് പനി വന്നപ്പോൾ തൃശ്ശൂരിൽ ജില്ലാ ആശുപത്രിയിൽ എൻ്റെ അമ്മയെ അഡ്മിറ്റ് ചെയ്തു. ഒരു ഭാഗത്ത് ഡിവൈൻ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആകുന്നു, എൻ്റെ അമ്മ തൃശ്ശൂരിൽ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. എൻ്റെ പപ്പ അതിരാവിലെ എഴുന്നേറ്റ് മടയിൽ കല്ല് തല്ലാൻ പോകും. കിട്ടുന്ന തുച്ഛമായ ആ വരുമാനം വൈകുന്നേരം മേടിച്ച് വടക്കാഞ്ചേരി ഡിവൈൻ ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്ത് എൻ്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അന്ന് രാത്രി തന്നെ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യും. എൻ്റെ അമ്മയുടെ അടുക്കൽ വരും, അമ്മയുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ആ രാത്രി ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ കിടന്നുറങ്ങും. ഇതായിരുന്നു എൻ്റെ പപ്പയുടെ ഒരു അനുഭവം. ചുരുക്കി പറഞ്ഞാൽ ഒരു 6 വർഷമായി നിരന്തരമായ രോഗത്താൽ ഞങ്ങൾ പിടിക്കപ്പെട്ടു. ഒരു മാസത്തിലെ ഒരാഴ്ച ഭവനവും ബാക്കി 3 ആഴ്ച ഹോസ്പിറ്റലുമായിട്ട് ഞങ്ങൾ കഴിയേണ്ടി വന്നു. ഈ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഒന്ന്, ഞങ്ങളുടെ ഭവനം ശൂന്യമായി. ഞങ്ങളുടെ ആ കൊച്ചു ഭവനം ഒരു 8 ഓല മതി ആ ഭവനത്തിൽ മേയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനുള്ള പൈസ പോലും ഇല്ലാതെ വന്നു. മഴക്കാലങ്ങളിലെല്ലാം ഓലയ്ക്ക് പകരം തേക്കലയായിരുന്നു കൂടുതൽ വെച്ച് മറച്ചത്. എന്നാൽ പല സമയങ്ങളിലും വെള്ളം കോരി കളഞ്ഞിട്ട് വേണം ആ വീട്ടിൽ അന്തി ഉറങ്ങാൻ. ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 12 വർഷം രക്തസ്രവം നിറഞ്ഞ ആ സഹോദരി പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ ഏറിയൊന്ന് സഹിച്ചു, പരവശിയായി തീർന്നു, ഏറിയൊന്ന് വൈദ്യന്മാരുടെ അടുക്കൽ പോയി എന്നതുപോലെ എൻ്റെ പിതാവ് തൻ്റെ നന്മകൾ മുഴുവൻ വൈദ്യശാസ്ത്രത്തിന് കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഒരു ദിവസം പോലും ഒരു മാറ്റം കാണാതെയായിരുന്നു ഞങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വർഷങ്ങളോളം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നു. അമ്മയ്ക്ക് ഒരു വട്ടം ടൈഫോയിഡ് പനി വരുന്നു, പല ദിവസങ്ങൾ ട്രീറ്റ്മെന്റിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, തിരിച്ചു വരുന്നു. ഈ സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എൻ്റെ പിതാവ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരു രാത്രികളിലായിരിക്കും കൂടുതൽ എൻ്റെ പപ്പ എന്നെ അല്ലെങ്കിൽ എൻ്റെ മമ്മിയെ കൊണ്ടുപോകുന്നത്. കാരണം 2-3 കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്ത് വേണം ഒരു വാഹനം കിട്ടുന്ന, ഒരു ബസ്സോ ലോറിയോ ഒക്കെ കിട്ടുന്ന ഒരു മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ. ഈ സ്ഥലങ്ങളിലേക്ക് എല്ലാം പോകുമ്പോൾ എൻ്റെ പപ്പ ഒന്നുകിൽ എന്നെയോ എൻ്റെ മമ്മിയൊക്കെ തോളയിലിട്ട് ആണ് ഓടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം അത്രത്തോളം രോഗത്താൽ ഞങ്ങൾ രണ്ടുപേരും ഭാരപ്പെട്ടിരുന്നു. ഒരു ദിവസം എൻ്റെ പപ്പയെ എന്നെ നോക്കിയ വിക്ടർ ജോസഫ് എന്ന ഡോക്ടർ ഒരു ദിവസം തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വാക്ക് ഇങ്ങനെയാണ്: എൻ്റെ നട്ടെല്ല് 6 പ്രാവശ്യം തുളയ്ക്കാനിട വന്നു. ഓരോ പ്രാവശ്യം നട്ടെല്ല് തുളച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് എൻ്റെ കരച്ചില് സഹിക്കാൻ പറ്റാതെ എൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ വിട്ട് ഇറങ്ങി ഓടുന്ന ഒരുപാട് അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 6 പ്രാവശ്യമാണ് എൻ്റെ നട്ടെല്ല് തുളച്ച് വെള്ളം എടുക്കും. തൃശ്ശൂർ പോളിയിൽ കൊണ്ട് ടെസ്റ്റ് നടത്തും. റിസൾട്ടുകളൊന്നും രോഗം കൂടുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 6 പ്രാവശ്യത്തോളം എൻ്റെ നട്ടെല്ല് തുളച്ച് വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്തു. രോഗം കൂടിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് എൻ്റെ ശരീരത്തിൽ 300-ൽ പരം ഇഞ്ചക്ഷനുകൾ ശരീരത്ത് അവർ കയറ്റി. ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ രോഗത്തിനൊരു മാറ്റമില്ല. അങ്ങനെ ഡോക്ടർ എൻ്റെ പപ്പയോട് പറഞ്ഞു വാക്ക് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് കഴിയാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷേ കുഞ്ഞ് ജീവിക്കാനൊരു സാധ്യതയില്ല. അടുത്തത് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആ ഡോക്ടർ എന്നെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ: ഈ കൊച്ചു ജീവിക്കുകയാണെങ്കിൽ 7 വയസ്സ് വരെയാണ് ഇവൻ ജീവിക്കുകയുള്ളൂ. 7 വയസ്സ് വരെ പോകാൻ ഒരു സാധ്യതയില്ല. ഇന്ന് തന്നെ ഈ കുഞ്ഞ് മരണപ്പെടാം. അതുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: ഈ കുഞ്ഞ് ഇനി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല, ഇവൻ സംസാരിക്കാൻ സാധ്യതയില്ല, ഇവൻ കട്ടിലേല് കിടന്ന കിടപ്പ് ചലനമറ്റ പോലെ കിടക്കും. ഇതാണ് എൻ്റെ പിതാവിനോട് ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ. ഈ വാക്കുകൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു: നിങ്ങളുടെ മോനെ ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എൻ്റെ പപ്പ ജീവിതത്തിൽ നിരാശയിലേക്ക് കൂപ്പുകുത്തി സമാധാനമില്ലാതെ വളരെ നിരാശയിലേക്ക് ആഴ്ന്നിറങ്ങാനിട വന്നു. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞ മുഖാന്തരം കൊച്ചിന് നല്ലൊരു കർമ്മം കൊടുക്കാൻ വേണ്ടി ഈ പള്ളിയിലെ അച്ഛനെ, അന്നത്തെ കപ്പ്യാരെ, മരിക്കുന്ന മുമ്പെയുള്ള ആ കർമ്മത്തിലേക്ക് വേണ്ടിയിട്ട് അന്ന് ഹോസ്പിറ്റലിലേക്ക് പ്രിയ അച്ഛനും കപ്പ്യാരും കടന്നു വന്നു.
മരിക്കുന്ന മുമ്പെയുള്ള അന്ത്യകുദാശ എന്ന് പറയുന്ന പോലെ ആ ചടങ്ങ് എന്നെ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് തരുവാനിട വന്നു. അവിടുന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അടുത്തൊരു ഫോൺ കോൾ വന്നത്, അല്ലെങ്കിൽ ഒരു വിളി വന്നത്, എൻ്റെ അമ്മയുടെ ഡോക്ടർ അപ്പച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്ര വേഗം നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അപ്പച്ചൻ ജില്ലാ ആശുപത്രി തൃശ്ശൂര് എൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു, 6ാമത്തെ ടൈഫോയിഡ് പനി വന്നപ്പോൾ അമ്മ വളരെ ക്ഷീണതയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഈ 2 വാക്കുകളും ഞങ്ങളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ എൻ്റെ പിതാവിന്റെ ജീവിതത്തെ തകർത്തു. ഇങ്ങനെ ഈ സമയത്ത് എൻ്റെ ഭവനം ശൂന്യമായി. ഒരു 8 ഓലയും കൊണ്ട് പെരമേയ പൈസ ഇല്ലാതെ, കീറപ്പായും കീറ തുണിയുമായി എല്ലാ രീതിയിലും ജീവിതം തകർന്നുപോയി. അങ്ങനെ എൻ്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളെ 2 പേരെയും വീട്ടിൽ കൊണ്ടുവന്നു. ആ തകർന്ന ശൂന്യമായ ഭവനത്തിൽ ഞങ്ങളെ കൊണ്ട് കിടത്തി. എൻ്റെ പിതാവിന് അല്പം പോലും സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ദേശത്തുള്ള പലരും ഞങ്ങളെ കാണാനിട വന്നു. പലരും ഞങ്ങളെ വന്ന് കാണുകയും എൻ്റെ പിതാവിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു നിത്യമായ ഒരു സമാധാനമോ സൗഖ്യമോ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സ്നേഹിതന്മാരില്, എൻ്റെ പപ്പയുടെ സ്നേഹിതന്മാരില് പലർ പറഞ്ഞ ചില വാക്കുകള്, ഇനി ജോർജ് ഇനി ഹോസ്പിറ്റലിൽ പോയിട്ടൊരു കാര്യമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മോനെയും കൂട്ടി, മോനെ എടുത്ത് നിങ്ങൾ പുണ്യ സ്ഥലങ്ങള്, നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലെ പുണ്യ സ്ഥലങ്ങള് നിങ്ങൾ സന്ദർശിക്കുക. ഇത് കേട്ട പാതി എൻ്റെ പപ്പ നമ്മൾ അറിയപ്പെടുന്ന തൃശ്ശൂരിലെ ഒരുപാട് പുണ്യ സ്ഥലങ്ങള് സന്ദർശിക്കാനിട വന്നു. അതിൽ ഏറ്റവും കൂടുതൽ പോയൊരു സ്ഥലമാണ് മലയാറ്റൂര് മുത്തപ്പൻ്റെ വീട്ടിലേക്ക്. പല പ്രാവശ്യം പപ്പ ഒറ്റയ്ക്ക് പോയി, പല പ്രാവശ്യം എന്നെ കൊണ്ട് പോയി. അവിടെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഈ രോഗത്തിന് ഒരു മാറ്റം വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒരു സ്നേഹിതൻ പറഞ്ഞു, ജോർജ്, നീ വീടിന്റെ അടുത്തുള്ള ഒരു 10 വീട് തെണ്ടി ഒരു നേർച്ചയുമായിട്ട് മുത്തപ്പന് കൊടുത്താൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ പപ്പ വീടിന്റെ അടുത്തുള്ള ഒരു 10 വീട്ടിൽ ചെന്ന് നേർച്ച മേടിച്ച് മുത്തപ്പനെ കൊണ്ടു കൊടുക്കാനിട വന്നു. പക്ഷെ അവിടെ ഒന്നും നിരാശയല്ലാതെ ഒരു ജീവിതത്തിൽ ഒരു അടുത്തൊരു മുന്നേറ്റത്തിനോ ഒരു സൗഖ്യത്തിനോ സമാധാനത്തിനോ ഒന്നും അവിടെ ഒന്നും ഒരു അവസരം ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും നിരാശയോടെ വീട്ടിലിരിക്കുമ്പോൾ വേറൊരു സ്നേഹിതൻ വന്ന് പപ്പയോട് ഒരു വാക്ക് പറഞ്ഞു, ഇവിടെയൊന്നും ഒരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു അടുത്തുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഒരു പൂജാരിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ചില വഴിപാടുകളും കർമ്മങ്ങളെല്ലാം ചെയ്താൽ നന്നായിരിക്കുന്നു. ഇത് കേട്ട പാതി എൻ്റെ പപ്പ എന്നെയും കൊണ്ട് അമ്പലത്തിലെ പൂജാരിയുടെ അടുത്തിൽ പോകാനിട വന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. പൂജാരി ഒരു 6 തകിട് എൻ്റെ പപ്പയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പപ്പയോട് പറഞ്ഞൊരു വാക്ക് വേണം, ഒരു തകിട് എടുത്ത് മോന്റെ അരയിൽ കെട്ടണം, ബാക്കി ഒരു തകിട് വീടിന്റെ ഉള്ളില് അടുപ്പിന്റെ ഉള്ളില് കുഴിച്ചിടണം, ബാക്കി 4 തകിട് വീടിന്റെ 4 അതിരിന്റെ മേൽ കുഴിച്ചിടുക. ഇതായിരുന്നു പൂജാരി എൻ്റെ പപ്പയോട് പറഞ്ഞു. ഇത് കേട്ട് എൻ്റെ പപ്പ വീട്ടിൽ വന്നു. അത് പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാനിട വന്നു. പക്ഷെ അവിടെ ഒന്നും ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും വേറെ പപ്പയോട് ഒരു സ്നേഹിതൻ വന്നിട്ട് വീണ്ടും പറഞ്ഞു, എന്നാൽ ഇവിടെയൊന്നും ഒരു മാറ്റം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, മുസ്ലിംസിന്റെ അടുക്കിൽ പോയി ഒരു തങ്ങളെ പോയി കണ്ട് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു നോക്ക്, ഒരു മാറ്റം വന്നാലോ. കാരണം ഇതെല്ലാം ഓരോ വ്യക്തികളും വന്ന് പറയുമ്പോൾ പപ്പയ്ക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം. പക്ഷെ ജീവിക്കാൻ ഒരു അടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഏത് സമയം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 2 പേർ. വീട്ടിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, നന്മകളെല്ലാം ചോർന്നൊലിച്ച ഭവനം. ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയും എൻ്റെ പപ്പയുടെ മുന്നിലില്ല. ആ സമയത്ത് ആരെന്തു പറഞ്ഞാലും പപ്പയുടെ ഒരു ആഗ്രഹം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് ചില കിലോമീറ്ററുകൾ ദൂരെ ഒരു തങ്ങളെ പോയി കാണാനിട വന്നു. തങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തങ്ങള് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, തൊട്ടടുത്തൊരു കടയിൽ പോയിട്ട് ഒരു കോഴിമുട്ട മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എൻ്റെ പപ്പ ഓടിപ്പോയി ഒരു കോഴിമുട്ട മേടിച്ച് തങ്ങൾക്ക് കൊണ്ടുകൊടുത്തു. തങ്ങൾ എന്തൊക്കെയോ മന്ത്രം ചൊല്ലി പെട്ടെന്ന് കോഴിമുട്ട കറുത്തുപോയി, കരിഞ്ഞുപോയി ആ കോഴിമുട്ട. അപ്പൊ പപ്പയുടെ ഉള്ളിൽ ഒരു ചിന്ത, ദൈവമേ, ഇവിടെ എന്തെങ്കിലും നടക്കും. പക്ഷേ അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഇടവന്നില്ല. ഇങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ
എന്റെ പപ്പയെ ആഴമായി സ്നേഹിച്ച ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ഒരു രാത്രി ഈ പാപ്പച്ചൻ ചേട്ടൻ വന്ന് എന്റെ പപ്പയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. കരഞ്ഞിട്ട് ഇങ്ങനെ പപ്പയോട് പറഞ്ഞു, ജോർജെ, എന്തിനാണ് ജോർജ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? നിന്റെ കഷ്ടത ഞങ്ങൾക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ, നീ ജോലിക്ക് പോകുമ്പോൾ ഒരു ജോലി ചെയ്യുന്ന പൈസ കിട്ടി അതിൽ നിന്ന് മക്കൾക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊണ്ടുവരുമ്പോൾ അല്പ വിഷമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അതിലിട്ട് കുഞ്ഞുങ്ങളെ കൊടുത്ത് നീ ആത്മഹത്യ ചെയ്യും. നീ നിന്റെ ഭാര്യയും കൂടി ആത്മഹത്യ ചെയ്യും. മതിയുടെ ജീവിച്ചത്, എന്തിനാ ഇങ്ങനെ നീ ജീവിക്കുന്നേ? നിന്റെ കഷ്ടത ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം എന്റെ പപ്പ എന്നോട് പറഞ്ഞു, അത്രയധികം ജീവിതത്തിന്റെ കഷ്ടതയുടെ ആഴങ്ങളിലേക്ക് എന്റെ പപ്പ ഇറങ്ങി. ആ രാത്രി എന്റെ പപ്പയ്ക്ക് സമാധാനം ഉള്ളതും കൂടി പോകാനിട വന്നു. ഉള്ള കീറപ്പായും തുണിയെല്ലാം വലിച്ചു കീറി ആ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം ഒരു സമയമായപ്പോൾ എന്റെ പപ്പ സമാധാനമില്ലാതെ, ആ ഒരു വാക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണമുണ്ട്, സമാധാനമായിരുന്നു എന്റെ പപ്പയുടെ ഏറ്റവും വലിയ പ്രശ്നം. രോഗത്തെക്കാൾ ജീവിത സാഹചര്യങ്ങളെക്കാൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ എന്റെ പപ്പയുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ ഒന്ന് സമാധാനമില്ലായിരുന്നു എന്നതാണ്. ഈ ഒരു സമാധാനമില്ലാതെ രാവിലെ എഴുന്നേറ്റ് മമ്മിയുമായിട്ട് സംസാരിച്ച് ഒരു 6-7 കിലോമീറ്റർ ദൂരെയാണ്, മാറ്റാമ്പുറം എന്ന സ്ഥലത്താണ് എന്റെ പപ്പ മടയിൽ ജോലി ചെയ്യുന്നത്. മങ്ങല്ലിപ്പാറ എന്ന് പറയുന്നൊരു മടയിലാണ് ജോലി ചെയ്യുന്നത്. എന്റെ പപ്പ നിരാശനായി ജീവിതത്തെ എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാതെ യാത്ര ചെയ്യുമ്പോൾ ഈ മാറ്റാമ്പുറം എന്ന സെന്ററിൽ ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പ്രയർ സെന്റർ ഉണ്ടായിരുന്നു. ഈ ഒരു ചർച്ചിന്റെ സൈഡ് വഴി കൂടി വേണം ഈ മങ്ങല്ലിപ്പാറയിലേക്ക് കടന്നു പോകാൻ. നിരാശയോടെ സമാധാനമില്ലാതെ എന്റെ പപ്പ നടന്നു പോകുന്ന സമയത്ത് എന്റെ പപ്പയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് കീറ ഷർട്ടും കീറിയ മുണ്ടും എടുത്ത് മുടിയെല്ലാം നീട്ടി വെളുത്തി ഒരു ഭ്രാന്തനെ പോലെ, കണ്ടാൽ ഒരു ഭ്രാന്തന്റെ പോലെ ആയിപ്പോയി എന്റെ പപ്പ. അങ്ങനെ ആ ചർച്ചിന്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ആ ചർച്ചിൽ അന്ന് ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവിടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും എല്ലാം എന്റെ പപ്പ നടന്നു പോകുമ്പോൾ കേട്ടപ്പോൾ പപ്പയുടെ ഉള്ളിലൊരു ചിന്ത, എന്തായാലും മരിക്കാൻ പോകുകയാണ്, ഇവിടെയും കൂടി ഒന്ന് കയറിയിരിക്കാം എന്ന് പപ്പയുടെ ഉള്ളിൽ തീരുമാനമെടുത്ത് പപ്പ ചർച്ചിൽ ഏറ്റവും ബാക്കില് ഒരു ചുമരിന്മ ചാരി ഇരിക്കാനായിട്ട് ഒരുപാട് അംഗങ്ങളുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച്. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുന്നു. ആരാധനയുടെ ശേഷം എൻ്റെ പപ്പ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു, വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ ശുശ്രൂഷിച്ച ജേക്കബ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് വചനം ശുശ്രൂഷിക്കുമ്പോൾ അതിലൊരു വചനം ഇങ്ങനെയാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ഒരു വചനം കർത്താവിന്റെ ദാസന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആ വചനം എൻ്റെ പിതാവിന്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് ഇറങ്ങാനിട്ട് വന്നു. ഞാൻ ഈ ഒരു വാക്ക് ഇതിനോടൊപ്പം ഒന്ന് പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. ആ വചനം ആര് എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വിടുതല്. ഒരു കൂട്ടം വിശ്വാസികൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് ആ വചനത്തെ സ്വീകരിച്ചു എന്നറിയില്ല. പക്ഷെ ആ വചനം സ്വീകരിച്ചത് എൻ്റെ പപ്പയായിരുന്നു. എൻ്റെ പപ്പ ആ വചനം സ്വീകരിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഒരു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നെ. വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ വചനത്തിൽ ആര് വിശ്വസിക്കുന്നുവോ, ആ വചനത്തെ ആര് സ്വീകരിക്കുന്നോ, ആ വ്യക്തികളിലെല്ലാം വിടുതലുകളുണ്ടാകും. ഹല്ലേലൂയ. ഈ വചനം കർത്താവിന്റെ ദാസനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആ വചനം അതിന്റെ ശക്തിയോടെ എൻ്റെ പിതാവ് സ്വീകരിച്ചു. കാരണം സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ നാളുകളായി ഉറങ്ങാത്ത എൻ്റെ പപ്പയുടെ ഉള്ളിലേക്ക് മരിക്കണം എന്നുള്ള ഒരേ ചിന്തയോടെ ഇരിക്കുമ്പോഴാണ് ഈ വചനം എൻ്റെ പപ്പയുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത്. ഈ വചനം ഉള്ളിലേക്ക് കയറിയ സമയത്ത് എൻ്റെ പപ്പ വാവിട്ട് നിലവിളിക്കാൻ വന്നു. ഇരുന്നവരെല്ലാം തിരിഞ്ഞു നോക്കി. പാസ്റ്റർ ഓടി വന്ന പപ്പയോട് ചോദിച്ചു, എന്താ ബ്രദറെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? എൻ്റെ പപ്പ ആ പാസ്റ്റർ നോക്കിയിട്ട് ഒരു വാക്ക് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്, നിങ്ങൾ പാട്ടുപാടി ആരാധിക്കുന്ന യേശുവിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമാധാനം തരാൻ കഴിയുമോ? ഈ ഒരു വാക്കാണ്
എൻ്റെ പപ്പ പാസ്റ്ററോട് ചോദിച്ചത്. ആ പാസ്റ്റർ തിരിച്ചൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവിന് സമാധാനം തരാൻ കഴിയും. ഈ വാക്ക് പറഞ്ഞിട്ട് എൻ്റെ പപ്പയുടെ തലയിലേക്ക് കൈവച്ച് ആ അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ മരിക്കണം ഒരേ ചിന്തയോടുകൂടി ഇരിക്കുന്ന എൻ്റെ പപ്പയുടെ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തിന്റെ സമാധാനം എൻ്റെ പപ്പയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് എൻ്റെ പപ്പ അനുഭവിച്ചു. ആ മരിക്കുന്നുള്ള ശക്തി വചനം ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ, കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥനകൾ ഒരുമിച്ച് വന്നപ്പോൾ മരിക്കുന്നുള്ള ശക്തി എൻ്റെ പപ്പയെ വിടുകയും അതുവരെ അനുഭവിക്കാത്ത ദൈവത്തിന്റെ സമാധാനം എൻ്റെ പപ്പ അവിടെ വെച്ച് അനുഭവിച്ചു. ആ സമയത്ത് എൻ്റെ പപ്പ പാസ്റ്ററോട് ഒരു വാക്ക് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് വേഗത്തിൽ വീട്ടിലേക്ക് ഒന്ന് പോകണം, എനിക്ക് സമാധാനം കിട്ടി, എനിക്ക് സ്വസ്ഥത കിട്ടി, എനിക്ക് എൻ്റെ ഭാര്യയും മോനെ കാണാം, ഞാൻ പിന്നെ പാസ്റ്ററെ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം എന്ന് പറഞ്ഞ് എൻ്റെ പപ്പ പോകാനിട വന്നു. അവിടെ നിന്ന് 7-8 കിലോമീറ്റർ ഓടി എൻ്റെ തകർന്ന ശൂന്യമായ ആ ഭവനത്തിൽ കയറി വന്ന് എൻ്റെ മമ്മിയോട് പറഞ്ഞു, കിസി നമുക്ക് മരിക്കണ്ട, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടി. എൻ്റെ പപ്പ ആ തകർന്ന ശൂന്യമായ ആ വീട്ടിൽ വിശുദ്ധ ബൈബിള് നെഞ്ചത്ത് വെച്ച് യേശുവിനോട് 2 വാക്ക് സംസാരിച്ചു. യേശുവേ, നീ എൻ്റെ ഭാര്യയെയും നീ എൻ്റെ മകനെയും തിരിച്ചു തരുവാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. ഇത്രയാണ് എൻ്റെ പപ്പ യേശുവിനോട് പറഞ്ഞത്. ആ വാക്ക് പറഞ്ഞു എൻ്റെ പപ്പ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 വാക്ക് ഒരിക്കൽ കൂടി പറയട്ടെ, യേശുവേ, എൻ്റെ ഭാര്യയെയും എൻ്റെ മോനെയും നീ തിരിച്ചു തരുവാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. ഈ ഒരു വാക്ക് പറയുമ്പോൾ ഞാൻ ഏകദേശം മരണത്തോടടുത്തു. എൻ്റെ അമ്മ മരണത്തോടടുത്തു. ഈ സമയത്ത് എൻ്റെ പപ്പ വീണ്ടും, അന്നാണ് ജീവിതത്തിൽ ആദ്യമായി ബൈബിൾ വീട്ടിലുണ്ടെങ്കിലും ഭവനത്തിലുണ്ടെങ്കിലും അത് വായിക്കാറില്ല. അതൊരു വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പപ്പയ്ക്ക് അറിയാം, പക്ഷെ അത് തുറന്നു നോക്കാറില്ല. അന്ന് ജീവിതത്തിൽ ആദ്യമായി പപ്പ യേശുവിനോട് പ്രാർത്ഥിക്കാനും ബൈബിൾ തുറന്ന് വായിക്കാനും തുടങ്ങി. എൻ്റെ പപ്പ ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ, എൻ്റെ പപ്പ 4 സുവിശേഷം, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷത്തിൽ യേശു ചെയ്ത അത്ഭുത വിടുതലുകൾ വായിക്കുകയും, യേശുവെ അങ്ങ് ഇങ്ങനെ സൗഖ്യമാക്കിയെങ്കിൽ അങ്ങേക്ക് ഇന്നും സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഭാര്യയെ സൗഖ്യമാക്കണമേ, എൻ്റെ മോനെ നീ സൗഖ്യമാക്കണമേ എന്ന് താൻ അറിയുന്നത് പോലെ എൻ്റെ പപ്പ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നു. പിറ്റേ സൺഡേ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ പപ്പ പെന്തക്കോസ്തിന്റെ ഒരു ആരാധനയ്ക്ക് പോകാനിട വന്നു. അന്നത്തെ വിശുദ്ധ ആരാധന എൻ്റെ പപ്പ കൂടി വളരെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ആ സമയത്തൊന്നും ഞങ്ങളുടെ 2 പേരുടെ ജീവിതത്തിലും കണ്ടിരുന്നില്ല. പക്ഷെ പപ്പ യേശുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു തുടങ്ങി. കാരണം ഒന്നാണ്, യേശു കർത്താവ് കൊടുത്ത വലിയ സമാധാനം പപ്പയെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഭവനത്തിൽ, ആ തകർന്ന ശൂന്യമായ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ അന്ന് എൻ്റെ പപ്പ പോയിരുന്ന പള്ളിയിലെ പുരോഹിതനും അന്നത്തെ കപ്പ്യാരും എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം തകർന്ന ശൂന്യമായ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ അവസ്ഥയെല്ലാം ആ നല്ല പുരോഹിതൻ കാണാനിട വന്നു. എന്നിട്ട് പുരോഹിതൻ എല്ലാവരും നടുവിൽ വീഴ്ച എൻ്റെ പപ്പയോട് ചില വാക്കുകൾ സംസാരിച്ചതിൽ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു, ജോർജ്, നീ അടുത്ത ആഴ്ച പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്ക് പോകാതെ മടങ്ങി നീ ഞങ്ങളുടെ അടുത്തിൽ വരുവാണെങ്കിൽ നിനക്ക് നല്ല ഒരു വാർക്ക് വീട്, 12,000 രൂപയുടെ നല്ലൊരു വാർക്ക് വീട്, നിനക്ക് ജീവിക്കാനുള്ള നല്ല 2 പശുക്കളെ മേടിച്ചു തരാമെന്ന് അച്ഛൻ നല്ലൊരു വാഗ്ദത്തം നൽകി. കാരണം ആ ഒരു സാഹചര്യത്തിൽ നിന്നേക്ക് ഏകദേശം ഒരു 10-36 വർഷം മുന്നേ ഒരു നല്ല വാർക്ക് വീട്, 12,000 രൂപയ്ക്ക് ഒരു വാർക്ക് വീട് എന്ന് പറഞ്ഞാൽ അത് സ്വപ്നമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച്, എൻ്റെ പിതാവിനെ സംബന്ധിച്ച് അത് സ്വപ്നമാണ്. ആ കാലത്തേക്ക് 2 പശുക്കൾ മതി ഏറ്റവും നന്നായി ആ ദേശത്ത് ജീവിക്കാൻ. പക്ഷെ എൻ്റെ അപ്പച്ചൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ പപ്പയുടെ ഉള്ളിൽ വന്ന ഒരു വചനം എൻ്റെ പപ്പയെ അവിടെ അച്ഛനോട് ഉള്ളിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുക്കാൻ ഇട വന്നു. അതിങ്ങനെയായിരുന്നു, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുക എന്നുള്ള വചനം എൻ്റെ പപ്പയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കാൻ ഇട വന്നു. എൻ്റെ പപ്പ അച്ഛനെ നോക്കി പറഞ്ഞൊരു വാക്കാണ്, അച്ഛൻ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങൾ നൽകി തരുന്ന വീടോ നിങ്ങൾ നൽകി തരുന്ന പശുക്കളെയോ എനിക്ക് വേണ്ട, എനിക്ക് സമാധാനം കിട്ടി. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ ഒരേ ഒരു വാക്ക് ഇതാണ്, എനിക്ക് സമാധാനം കിട്ടി. അവരെല്ലാം പല വാക്കുകളിൽ
മുറിവേൽക്കുന്നതും മുറിവേൽക്കാത്തതുമായ പല വാക്കുകളെല്ലാം പറഞ്ഞു. ആ തകർന്ന് ശൂന്യമായ ഭവനത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവരറിയാതെ, അവർ കാണാതെ ഞങ്ങളുടെ തകർന്ന ശൂന്യമായ ആ ഭവനത്തിലേക്ക് ഒരു വ്യക്തി കയറി വന്നു. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് താങ്ങും. ചുരുക്കി പറയട്ടെ എന്റെ പ്രേക്ഷകരോട്, 38ഓളം വർഷം ആവാറായി യേശുവിനെ സേവിക്കാൻ തുടങ്ങിയത്. ഇന്ന് വരെ അവൻ കരുതാമെന്നൊരു വാക്ക് പറഞ്ഞു. ഇന്ന് വരെ എൻ്റെ കർത്താവ് ഞങ്ങളെ കരുതിക്കൊണ്ടിരിക്കുക. യേശു കർത്താവ് പഴയ നിയമത്തിൽ ആസാഫിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആസാഫ് തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ 73-ാം സങ്കീർത്തനത്തിൽ യഹോവയായ ദൈവം ആസാഫിനോട് പറഞ്ഞു: ആസാഫെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, ഏത് സാഹചര്യത്തോട് കടന്നുപോയാലും യേശു കർത്താവിന്റെ വാഗ്ദത്തം അതെന്നും ഉവ്വ് ഉവ്വ് എന്നാണ്. അവൻ കരം പിടിക്കാം എന്ന് പറഞ്ഞാൽ അന്ത്യത്തോളം കരം പിടിക്കും. എൻ്റെ പപ്പയുടെ ജീവിതത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഈ വാഗ്ദത്തം പോലെ എൻ്റെ പപ്പയുടെ കരം പിടിച്ച് ഇന്ന് വരെയും യാത്ര ചെയ്യാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഇവരെല്ലാം ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീണ്ടും ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ എൻ്റെ പപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ചുരുക്കി പറയട്ടെ, എൻ്റെ പപ്പയുടെ പ്രാർത്ഥന, ചില ദൈവദാസന്മാരുടെ, ചില ദൈവമക്കളുടെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ ഈ മാരകമായ രോഗത്തിന് മാറ്റം വരാൻ തുടങ്ങി. ഒന്നുകൂടിയും കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ യേശുവിനെ പ്രസന്റ് ചെയ്യുന്ന എനിക്ക് 40ഓളം വയസ്സ് എനിക്കുണ്ട്. എന്നോട് വൈദ്യശാസ്ത്രം പറഞ്ഞു: നീ നടക്കില്ല, നീ സംസാരിക്കില്ല, നീ കിടന്ന കിടപ്പ് കിടക്കും. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഈ യേശുവിനെ പ്രസന്റ് ചെയ്യുന്ന എനിക്ക് നല്ല ആരോഗ്യം ദൈവം തന്നു. അല്പമൊക്കെ സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ് തന്നു. കഴിയുന്ന സമയമെല്ലാം ഓടി ഈ യേശുവിനെ പ്രസന്റ് ചെയ്യാൻ ദൈവം എനിക്ക് വീണ്ടും ഭാഗ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ രോഗത്തിന് മാറ്റം വരാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ 6ാമത്തെ ടൈഫോയിഡ് പനിയെയും ദൈവം മാറ്റി. ഞങ്ങൾ ഇന്നും ആരോഗ്യത്തോടെ, ബലത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ യേശുവിനെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിലൊരു കാര്യം കൂടി, ഇന്നും ഞാൻ ആ ഡോക്ടർ, എന്നെ ചികിത്സിച്ച ഡോക്ടർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്നും കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ വഴി കൂടെ എന്നും പോകുമ്പോൾ ആ ഡോക്ടറുടെ ബോർഡ് റോട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആ റോട്ടിലെ ബോർഡിലേക്ക് നോക്കിയിട്ട് എൻ്റെ ഉള്ളിൽ വരുന്നൊരു വാക്കുണ്ട്: യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്നു. വൈദ്യശാസ്ത്രം എന്തെല്ലാം പറഞ്ഞാലും, പക്ഷെ യേശു ജീവിതത്തിലേക്ക് വന്നാൽ എത്ര പ്രശ്നങ്ങളെ, എത്ര പ്രതിസന്ധികളെ, എത്ര മാരകമായ രോഗങ്ങൾ ജീവിതത്തിലേക്ക് വന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്: എൻ്റെ യേശുവിന് ഒന്നും അസാധ്യം അല്ലവേ അല്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ദൈവം രോഗത്തിന് പൂർണ്ണ സൗഖ്യത്തെ ദൈവം നൽകി തന്നു. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ പൂർണ്ണമായ സൗഖ്യത്തെ നൽകി തന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് പത്രോസിന്റെ പടകിലേക്ക് വരുമ്പോൾ പത്രോസിന്റെ പടക് ശൂന്യമായിരുന്നു. എന്നതുപോലെ യേശു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ശൂന്യമായിരുന്നു. എന്ന ശൂന്യതയുടെ നടുവിലേക്ക് യേശു കർത്താവ് കയറി വന്നപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഞങ്ങളുടെ ആ കുഞ്ഞ് ഭവനത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി, സന്തോഷം വരാൻ തുടങ്ങി, സമാധാനം വരാൻ തുടങ്ങി, സ്വസ്ഥത വരാൻ തുടങ്ങി. ജീവിതത്തിൽ അതുവരെ അനുഭവിക്കാത്ത പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ എൻ്റെ ചെറുപ്രായത്തിലെ വിദ്യാഭ്യാസം തുടരാൻ തുടങ്ങി. എൻ്റെ ചേച്ചി എന്നെക്കാൾ 3 വയസ്സിന് മൂത്താണ്. ചേച്ചിയും വിദ്യാഭ്യാസം നന്നായി പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും വളരെ കഷ്ടതകളും ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഈ 2 രോഗം മാറി. എൻ്റെ അമ്മയുടെ പനിയും എൻ്റെ മാരകമായ ബ്രെയിൻ ട്യൂമർ എന്ന രോഗം മാറി. എങ്കിലും പിന്നെയും കുറെ കഴിഞ്ഞപ്പോൾ വേറെ പലവിധമായ രോഗങ്ങൾ ഞങ്ങളെ വീണ്ടും
ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. അപ്പോഴും അപ്പച്ചൻ, ഞങ്ങളുടെ പപ്പ ഞങ്ങൾ ഇതുപോലെ ട്രീറ്റ്മെന്റ് കാണിക്കുകയും അതോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു രോഗത്താൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പപ്പ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മടയില് 20 കിലോ ഭാരമുള്ള ചുറ്റിക കൂടം എടുത്തിട്ടാണ് കല്ല് തല്ലി പൊട്ടിക്കുന്നത്. അങ്ങനെ തല്ലി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂടം തെറ്റി എൻ്റെ പപ്പയുടെ നെഞ്ചത്ത് വന്ന് അതടിച്ചു. എൻ്റെ പപ്പ താഴത്തേക്ക് വീണു, ബോധം പോയി. എല്ലാവരും കൂടി എടുത്ത് എൻ്റെ പപ്പയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കാരണം എൻ്റെ പപ്പ ഒരു ദിവസം ജോലി ചെയ്ത് കിട്ടുന്ന നിസ്സാരം 18 രൂപയോ 20 രൂപ കിട്ടുന്ന ആ സമയത്ത് അതൊരു ദിവസം കിട്ടിയില്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണിയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പപ്പ അഡ്മിറ്റ് ആയത്. ചില ആഴ്ചകൾ എൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പപ്പയ്ക്ക് നെഞ്ചുവേദന രോഗം മാറാതെയായി. എത്ര ടാബ്ലറ്റ് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല. ഭവനത്തിലാണെങ്കിൽ വലിയ പ്രതിസന്ധികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പപ്പ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് വന്നു. പിന്നെ പപ്പയ്ക്ക് ഈ മടയിൽ വലിയ കൂടമെടുത്ത് കല്ല് തല്ലാൻ പറ്റാത്ത അനുഭവം വന്നപ്പോൾ റോട്ടില് കല്ലുടയ്ക്കുന്ന ആ ചെറിയ ജോലി തെരഞ്ഞെടുക്കേണ്ടി വന്നു. ഇങ്ങനെ ജോലി ചെയ്തു വരുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു മാടക്കത്തറ എന്ന് പറയുന്ന പവർ ഹൗസിന്റെ ഉള്ളിൽ കല്ലുടയ്ക്കാനുള്ള ജോലി പപ്പയ്ക്ക് കിട്ടി. വീട്ടിൽ നിന്ന് ഇതുപോലെ 8-10 കിലോമീറ്റർ നടന്ന് എൻ്റെ പപ്പ ജോലി ചെയ്യാൻ വരുമ്പോൾ എൻ്റെ പപ്പയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ കല്ലുടയ്ക്കാൻ വരുമ്പോൾ എപ്പോഴും എൻ്റെ പപ്പയുടെ കയ്യിൽ ഒരു ബൈബിൾ, വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ ഒരു പുതിയ നിയമം എൻ്റെ പപ്പയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ദിവസം കല്ലുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തിയേറിയ നെഞ്ചുവേദന എൻ്റെ പപ്പയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. കാരണം ഇനി കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല, കഴിക്കാത്ത മരുന്നുകളില്ല. പക്ഷെ നെഞ്ചുവേദനയ്ക്ക് ഒരു മാറ്റമില്ല. അതികഠിനമായ നെഞ്ചുവേദന എൻ്റെ പപ്പയ്ക്ക് വന്നപ്പോൾ ആരും കാണാതെ ഒരു മരച്ചുവട്ടിലേക്ക് മാറി, ആ വിശുദ്ധ ബൈബിളുമായിട്ട് മാറി എൻ്റെ പപ്പ അവിടെ മുട്ടുകുത്തിയിട്ട് നെഞ്ചത്തേക്ക് ബൈബിൾ വെച്ചിട്ട് യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരിച്ച വാക്ക് ഇങ്ങനെയാണ്: യേശുവേ, അങ്ങക്ക് എന്നെ അറിയാലോ. ഇന്നൊരു ദിവസം പണിയെടുത്ത് കിട്ടിയെങ്കിലേ എൻ്റെ കുടുംബം പോറ്റാൻ കഴിയുള്ളൂ, എൻ്റെ മക്കളെ പോറ്റാൻ കഴിയുള്ളൂ. പക്ഷെ എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല യേശുവേ. ഞാൻ ഡോക്ടേഴ്സിനെ കാണിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ മരുന്ന് കഴിച്ചിട്ട് പോലും എനിക്ക് ഒരു സൗഖ്യം വരുന്നില്ല യേശുവേ. നീ ഈ സമയത്ത് എനിക്കൊരു സൗഖ്യം തന്നാൽ എൻ്റെ ദൈവവും എൻ്റെ കർത്താവ് മാത്രമല്ല, നീ ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഡോക്ടറായി ഉണ്ടാകുക. ഇങ്ങനെ ചില വാക്കുകൾ എൻ്റെ പപ്പ വിശ്വാസത്തോടെ ആ വിശുദ്ധ ബൈബിൾ നെഞ്ചത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദൈവശക്തി എൻ്റെ പപ്പയുടെ ശരീരത്തിലേക്ക് ഇടിച്ചിറങ്ങി. പെട്ടെന്ന് തൻ്റെ വേദനയുള്ള നെഞ്ചിന്റെ ഭാഗം കല്ലായി തീർന്നു. പപ്പ പെട്ടെന്ന് പേടിച്ചു പോയി. നോക്കുമ്പോൾ ആ വേദന അവിടെ ഇല്ല. കൈ ചുരുട്ടി നെഞ്ചത്ത് പല പ്രാവശ്യം ഇടിച്ചു നോക്കി, എന്നിട്ടൊന്നും ആ വേദനയില്ല. പപ്പ അടുത്തുള്ള മരത്തിലൊന്ന് തൂങ്ങി നോക്കി. ഇതൊന്നും പപ്പയ്ക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ആ സമയത്തിനുള്ളിൽ കർത്താവ് ഇറങ്ങി വന്ന് എൻ്റെ പപ്പയുടെ നെഞ്ചിന്റെ വേദന പൂർണ്ണമായി സൗഖ്യം തന്നു. അന്നു മുതൽ ഏകദേശം 27 വർഷമായി എൻ്റെ പപ്പയുടെ ഡോക്ടർ കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. പല രോഗങ്ങൾ പപ്പയെ പിടിച്ചെങ്കിലും പപ്പയ്ക്ക് ഒരു ഡോക്ടർ എടുക്കൽ കാണാൻ പോകാൻ ഇതുവരെ ഒരു അവസരം യേശു കർത്താവ് കൊടുത്തിട്ടില്ല. പപ്പ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ആ മുറിഞ്ഞ കരം പപ്പയുടെ മേൽ ഇറങ്ങി വരികയും സൗഖ്യങ്ങൾ പപ്പയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണാൽ ഒരുപാട് പ്രാവശ്യം കാണാൻ എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് എൻ്റെ പപ്പയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ലൈഫില് ഞാൻ എൻ്റെ യേശു കർത്താവ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നതും എൻ്റെ പപ്പയും അമ്മയും. കാരണം എൻ്റെ കഷ്ടതയുടെ നാളുകളിലെല്ലാം എൻ്റെ പപ്പയാണ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അനുഭവങ്ങൾ പറയുമ്പോൾ എൻ്റെ പപ്പയുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. എല്ലാ പ്രേക്ഷകരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പപ്പയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, എൻ്റെ പപ്പ എന്തു കാര്യം ചെയ്താലും എന്തൊരു അനുഭവം ഉണ്ടെങ്കിലും എൻ്റെ പപ്പ എന്നോട് ഷെയർ ചെയ്യും. കാരണം എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും പപ്പ എന്നോട് ഷെയർ ചെയ്യാതെ ഒന്നും ചെയ്തിട്ടില്ല.
അത്ര ഒരു വലിയ സ്നേഹബന്ധം എനിക്ക് എന്റെ പപ്പയോടുണ്ട്. ഞാൻ എന്റെ ചെറുപ്രായങ്ങളെല്ലാം പപ്പയോട് ഇത് സംസാരിക്കുമ്പോൾ എനിക്കിത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല. എന്തിനായിരിക്കും എന്റെ പപ്പ ഇതെല്ലാം ചെറിയ കാര്യങ്ങളും ഒക്കെ എന്നോട് ഷെയർ ചെയ്യുന്നത് എന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇന്ന് എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നല്ലൊരു മോനുണ്ട്. ഇന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് എന്റെ പപ്പയുടെ ജീവിത അനുഭവങ്ങളെല്ലാം എന്നോട് ഷെയർ ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്നും അല്പമൊക്കെ ഞാനും എന്റെ മോനോട് അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ എല്ലാ നന്മകളും ഉള്ളതും ഇല്ലാത്തതെല്ലാം അവരോട് തുറന്നു പറയുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യണം. നാളുകൾ ഇതെല്ലാം അവരൊരിക്കലും ജീവിതാനുഭവങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. എന്റെ ലൈഫിലെ, എന്റെ പപ്പയുടെ ലൈഫിലെയോ ഒന്നും എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ ഇടവരാത്ത ഒരു കാരണം പപ്പ നാളുകളായി എന്നോ ചേർത്ത് നിർത്തി എന്നോട് പറഞ്ഞു തന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പപ്പയെ ആണ് കർത്താവ് കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന. അങ്ങനെ ഞങ്ങളുടെ ഈ ജീവിതം, ഈ കുഞ്ഞു ജീവിതം കർത്താവിനാൽ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആരംഭിച്ചു. എന്റെ പപ്പയെ 15 കൊല്ലം, ചുരുക്കി പറയുകയാണെങ്കിൽ 15 കൊല്ലം ഒരു കഷ്ടതയിൽ നിന്ന് മറ്റൊരു പണിതെടുത്ത്, ഓരോ കഷ്ടതകൾ ജീവിതത്തിൽ കൊടുത്ത് എന്റെ പപ്പയെ കർത്താവ് പണിതെടുക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയും, ഒരു കഷ്ടതയിലേക്ക് എന്റെ പപ്പയെ കൊണ്ടുപോകും, അടിത്തട്ടിലേക്ക് എത്തിയ സമയത്ത് പപ്പ ചോദിക്കും, ദൈവമേ കഴിഞ്ഞ ഒരു ജീവിതം ഇല്ല, അവിടുന്ന് വീണ്ടും എന്റെ പപ്പയെ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ ഏകദേശം 15 വർഷത്തോളം എന്റെ പപ്പയുടെ ജീവിതത്തില് ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ പപ്പയെ കർത്താവ് കടത്തിവിട്ടു. ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചെറുപ്രായത്തിന് എനിക്കൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ സമയത്ത് ഒരു ദിവസം എന്റെ പപ്പയും മമ്മിയും വീട്ടിലില്ല, ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. ഈ സമയത്ത് ഞാനും എന്റെ ചേച്ചിയും അമ്മ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞു ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ വന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചാവി കാണാനില്ല. ഈ ഒരു സംഭവം നടക്കുന്നതിന് കഴിഞ്ഞും ഒരു 2 ആഴ്ച മുന്നേ എന്റെ പപ്പയുടെ സ്നേഹിതനായ വർഗീസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഒരു ദർശനം കണ്ടു. ആ ദർശനം എങ്ങനെയായിരുന്നു? ഒരു ദിവസം ഒരു ഉച്ച സമയത്ത്, നട്ടുച്ച വെയിലത്ത് ഞങ്ങളുടെ പെര നിന്ന് കത്തുന്നത് ഈ എന്റെ പപ്പയുടെ സ്നേഹിതൻ കാണാനിട വന്നു. ഈ ദർശനം കണ്ട് അന്ന് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഓടി എന്റെ പപ്പയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, നമ്മുടെ വീട് കത്തി അമർന്നു പോകുന്നതിൽ വലിയ അനർത്ഥങ്ങൾ വരുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ എന്റെ പപ്പയും അമ്മയും ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ചാവി കാണാനില്ല. അപ്പൊ വീടെന്ന് പറയുന്നത് മണ്ണിഷ്ടയും കൊണ്ട് പണിത, മുകളിൽ കൂടെ മരത്തിന്റെ ഉത്തരം വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് കടന്നു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്റെ ചേച്ചി എന്നോട് പറഞ്ഞു, ലിജോ നീ ഒരു കാര്യം ചെയ്യ, നീ ആ ഉത്തരത്തിന്റെ ഗ്യാപ്പിൽ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി അകത്തുനിന്ന് നീ വാതിലൊന്ന് തുറക്കാൻ ശ്രമിക്കുന്നു. കാരണം ഒരു റൂമേ ഉള്ളൂ, ആ റൂം തുറന്നാലേ ഞങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ ചേച്ചി ഉന്തിക്കയറ്റി ഈ ഉത്തരത്തിന്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ ഉള്ളിലേക്ക്, ഇരുട്ട് റൂമാണ്, കറണ്ട് ഇല്ല, അന്നത്തെ ഞങ്ങളുടെ മണ്ണെണ്ണ വിളക്കാണ് ഞങ്ങൾക്കുള്ളത്. ആ റൂമിലേക്ക് ചാടി ഞാന് മണ്ണെണ്ണ വിളക്ക് തീപ്പെട്ടി കത്തിച്ച്, ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ ആ കൊള്ളി ഇട്ടത് ഒരു ചാക്കിലേക്കായിരുന്നു. കാരണം അന്ന് ഞങ്ങൾക്ക് അലമാരിയില്ല, ഞങ്ങളുടെ ചാക്കിലാണ് ഞങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം നിറച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ടത്, ഈ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് ഇട്ടത് ഈ ചാക്കിന്റെ ഉള്ളിലേക്കായിരുന്നു. ഒരു വാക്കുകൂടി പറയട്ടെ, ഈ ചാക്കിന്റെ തൊട്ടടുത്ത് 5 ലിറ്റർ നിറച്ച് മണ്ണെണ്ണയുള്ള ഒരു കന്നാസും തൊട്ട് അരികിലുണ്ടായിരുന്നു. ഞാന് വീണ്ടും എനിക്ക് ഈ റൂമിന്റെ വിളിച്ച് വാതിൽ തുറക്കാൻ കഴിയാതെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. അപ്പൊ നീ കയറി തിരിച്ച് ഇറങ്ങി വായോ എന്ന് പറഞ്ഞു. ഞാൻ കയറി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഉത്തരത്തിന്റെ അവിടെ സ്റ്റക്കായി പോയി, അതിൽ ജാം ആയി പോയി ഞാൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ ബാക്കില് വലിയ വെട്ടം കാണുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അങ്ങനെ സാധ്യതയില്ല, എനിക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഈ സാഹചര്യം വഴി ചാക്കിലെ തുണികൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു, ചൂട് പതുക്കെ കത്തി തുടങ്ങി. ഈ സമയത്ത് അടുത്തിരിക്കുന്ന കന്നാസ്, ആ ജഗ് ഇങ്ങനെ ഉള്ളിലേക്ക് ചൂട് കൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക്
വലിയാൻ തുടങ്ങി. ഇതിലും ചില സമയങ്ങൾക്ക്, മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് ബാക്ക് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെ കുണ്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മിച്ചി, ആ അമ്മിച്ചി ഞങ്ങൾ വിളിക്കുന്ന കുഞ്ഞിനെടുത്തി എന്ന് വിളിക്കുന്നത്. ഈ കുഞ്ഞിനെടുത്തി കുണ്ടുകാട്ടിൽ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയി. ഈ കുഞ്ഞിനെടുത്തിക്ക് ഉള്ളിൽ ഒരു പ്രേരണ, വേഗം വീട്ടിലേക്ക് ചെല്ലുക, വേഗം വീട്ടിലേക്ക് ചെല്ലുക. പക്ഷെ ഒരു കാര്യമില്ല വീട്ടിലേക്ക് പോകാൻ, പക്ഷെ ഉള്ളിൽ വല്ലാത്ത പ്രേരണ. അങ്ങനെ ആ അമ്മച്ചി നടക്കാതെ, ഒരു തിരക്കുമില്ല, വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ ഈ അമ്മച്ചി ഓടുകയാ, എന്തെന്ന് അറിയുന്നില്ല. അങ്ങനെ ഓടി ഞങ്ങളുടെ വീടിന്റെ അതിൽ വേണം ഈ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ. പക്ഷെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എത്തുമ്പോൾ എന്റെ ചേച്ചിയുടെ നിലവിളി കേൾക്കുക. ഈ അമ്മച്ചി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇതുപോലെ തീ ഉള്ളിൽ പടരുന്നത് അമ്മച്ചിക്ക് കാണാം. ആ അമ്മച്ചി ഓടിച്ചെന്ന് ഒരു വാക്കത്തി എടുത്ത് ഞങ്ങളുടെ വീടിന്റെ ആ വാതിൽ വെട്ടിപ്പൊളിച്ച് ഇടുന്ന കുടത്തിലെ വെള്ളം ഒഴിച്ച് തീ കിടത്തുമ്പോൾ ആ 5 ലിറ്ററിന്റെ കന്നാസ് ഉള്ളിലേക്ക് വല്ലാതെ വലിഞ്ഞിരുന്നു. അത് പൊട്ടിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ആ കുഞ്ഞു ഭവനവും ഞങ്ങളിൽ പലരും നഷ്ടപ്പെടേണ്ടി വന്നേനെ. ഞാൻ എന്റെ പ്രേക്ഷകരോട് ഒരു വാക്ക് പറയട്ടെ. വീണ്ടും യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അവൻ കൂടെയുണ്ടെങ്കിൽ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും യഹോവ അതിനെല്ലാം വിടുവിക്കും. ഒരുപാട് അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴൊക്കെ ഈ കർത്താവ് ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നു. വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് വെച്ച സമയത്ത് ഈ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നായിരുന്നെങ്കിൽ എന്റെ പപ്പയും എന്റെ മമ്മിയും ചിന്തിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക്, എന്റെ പപ്പ ഇങ്ങനെ പറഞ്ഞ വാക്ക് ഇങ്ങനെ സംഭവിച്ചു, ഒന്നെങ്കിൽ മോനെ ഞാനൊരു ഭ്രാന്തനായി മാറിയേനെ. പക്ഷെ യേശുവിന് കരം കൊടുത്ത ഒരാളുടെ ജീവിതത്തിലും ഒരനർത്ഥം വരുവാൻ എന്റെ കർത്താവ് സമ്മതിക്കുകയില്ല. അങ്ങനെ ഞങ്ങള് വീണ്ടും ഇങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് എന്റെ പപ്പയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എന്റെ പപ്പ ഈ അറിഞ്ഞ യേശുവിനെ, പപ്പയുടെ അനുഭവങ്ങളും എല്ലാം കൂടി അനേകരോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. എന്റെ പപ്പയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, എല്ലാ ദിവസവും പണിക്ക് പോയാലും ജോലിക്ക് പോയാലും ഒരു ദിവസമെങ്കിലും തൃശ്ശൂര് പോയി പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലെല്ലാം ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു നല്ല സ്വഭാവം എന്റെ പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ 15 വർഷം ഞങ്ങൾ ആ കൊച്ചു ഭവനത്തിൽ ഞങ്ങൾ ജീവിച്ചു വരികെ എന്റെ പപ്പയുടെ തറവാട്ടിൽ നിന്ന് ഒരു 7 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് വീതം കിട്ടാൻ ഇട വന്നപ്പോൾ എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചി എല്ലാം പറഞ്ഞു, ഇനി മതി ആ വട്ടപ്പാറയിൽ കിടന്ന്, ഇനി ഞങ്ങളുടെ അടുക്കിലേക്ക് വാ എന്ന് പറയുമ്പോൾ അന്നത്തെ ആ വീട് ഞങ്ങൾ വിൽക്കുമ്പോൾ 15,000 രൂപയ്ക്കാണ് ആ വീട് വിറ്റത്. 15,000 രൂപ എന്റെ പപ്പയുടെ കയ്യിൽ വന്ന സമയത്ത് വീണ്ടും ഒരുപാട് രോഗങ്ങൾ ഓടിക്കൂടാനിട വന്നു. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം എന്റെ പപ്പയുടെ വല്യപ്പച്ചന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ വെറും 5,000 രൂപയുമായിട്ടാണ് ഞങ്ങൾ തറവാട്ടിലേക്ക്, എന്റെ പപ്പയുടെ തറവാട്ടിലേക്ക് വരാനിടവരും. ഈ വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വണ്ടി വിളിച്ച് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞൊരു ഓട്ടോറിക്ഷയിലാണ്, പെട്ടി ഓട്ടോറിക്ഷയിലാണ് ഈ സാധനങ്ങൾ എല്ലാം കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എടുത്തു വെക്കാനുള്ളത് മരുന്നും കുപ്പികളാണ്. ബാക്കിയൊന്നും ഞങ്ങളുടെ വണ്ടിയിൽ കൂടുതൽ വെക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ എത്ര സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാലും വലിയ പ്രത്യാശയുണ്ടായിരുന്നു. ഈ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. ഈ കർത്താവ് വഴി നടത്തുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് എന്റെ പപ്പയ്ക്ക് നല്ല ഉറപ്പും വിശ്വാസവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഞങ്ങൾ എന്റെ വല്യപ്പച്ചന്റെ ഞങ്ങളുടെ തറവാടിന്റെ അവിടേക്ക് വന്ന സമയത്ത് എന്റെ പപ്പയാണ് ജീവിതത്തിൽ ആദ്യമായി വിശ്വാസത്തിലേക്ക്, യേശുവിലേക്ക് വന്നത്. ഞാനിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, ഒരു താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ കൂടെയുള്ള എല്ലാ താറാക്കളും വെള്ളത്തിലേക്ക് ഇറങ്ങുമെന്നുള്ള ഒരു പഴഞ്ചൊല്ലല്ല, നടക്കുന്ന സംഭവമാണ്. അതുപോലെ എന്റെ വല്യപ്പച്ചൻ, എന്റെ വല്യമ്മച്ചി, എന്റെ അപ്പച്ചന്റെ അനിയന്മാരെല്ലാം ഈ യേശുവിനെ അറിയാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ 7 സെന്റ് സ്ഥലത്തില് 5,000 രൂപയും കിട്ടിയത് ഒരു ചെറിയൊരു തറ പണിതിട്ട് ഞങ്ങൾ ഒരു കുഞ്ഞു ഭവനത്തിൽ വാടക വീട്ടില് താമസിക്കാനിരുന്നു. ഇവിടുത്തെ എന്റെ പപ്പയുടെ പ്രത്യേകത, എന്റെ പപ്പ സുവിശേഷം പറയാൻ തുടങ്ങി, അനേകര് വിടിവിക്കപ്പെടാൻ തുടങ്ങി. സ്വന്തമായി റോട്ടില് കല്ലുടച്ച് കിട്ടിയ പൈസയുമായി സുവിശേഷ വേല ചെയ്ത് 1ാമത്തെ സഭ എന്റെ പപ്പ സ്ഥാപിച്ചു. ഒരുപാട് മിറക്കിളുകള് കർത്താവ് പപ്പയുടെ നടുവിൽ ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് കാണാനുണ്ട്. അങ്ങനെ 1ാമത്തെ സഭ സ്വതന്ത്രമായിട്ട് എന്റെ പപ്പ നിന്ന്
പ്രവർത്തിച്ച് കർത്താവ് സ്വന്തം ദേശത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് തന്നു. അതൊരു വാടക കെട്ടിടത്തിലായിരുന്നു എൻ്റെ പപ്പ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ ചേച്ചിയുടെ വിദ്യാഭ്യാസം കയറി വന്നു. ചേച്ചി ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെ ചേച്ചി പഠിച്ചതനുസരിച്ച് ബാങ്കില് ഇന്റർവ്യൂ വന്നു. ഇന്റർവ്യൂ പാസ്സായി ബാങ്കിലേക്ക് അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ ഉള്ളിൽ കർത്താവ് സംസാരിച്ചു. ജോലി വേണ്ട, സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം തന്റെ ലൈഫിൽ വന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ വിവാഹം നടക്കുകയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം. ഒരു IPCയിലെ ശക്തനായൊരു പാസ്റ്ററിനെയാണ് എൻ്റെ ചേച്ചി വിവാഹം കഴിച്ചത്. എൻ്റെ അളിയന്റെ പേര് പാസ്റ്റർ സുരേഷ് റാബി എന്നാണ്. ആ വിവാഹം അടുത്ത് വന്ന സമയത്ത് എൻ്റെ പപ്പ സുവിശേഷ വേല ഒരു ഭാഗത്ത് ചെയ്യുന്നു, ബാക്കി 4 ദിവസം റോട്ടിൽ കല്ലടയ്ക്കുന്നു. ആ കിട്ടുന്ന പൈസ അന്നന്ന് ജീവിച്ചു പോകുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. ഇങ്ങനെ ഈ കല്യാണം ഉറപ്പിച്ചു. കല്യാണം വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു വിവാഹമാണ് എൻ്റെ ചേച്ചിയുടെ നടന്നത്. ഒരു 15,000 രൂപ സ്ത്രീധനം കൊടുക്കുന്ന ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു വിവാഹമായിരുന്നു. പക്ഷെ അവർ ആ വിവാഹം കഴിഞ്ഞു, കർത്താവിന്റെ വേലയിലേക്ക് അവർ പോയി. ഇതോടുകൂടി ആ വിവാഹം നടന്നതോടുകൂടി എൻ്റെ പപ്പ വീണ്ടും വലിയൊരു കടക്കെണിയിലേക്ക് വരുവാനിടവന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് പാസ്സായി. നന്നായി പഠിക്കില്ലെങ്കിലും അത്യാവശ്യം പഠിച്ച് പാസ്സായി. എൻ്റെ ഉള്ളിലെ അടുത്തൊരു ചിന്ത ഇങ്ങനെയായിരുന്നു, പ്രീ ഡിഗ്രിക്ക് പോകണം, സ്നേഹിതന്മാരുമായിട്ട് അടിച്ച് പൊളിക്കണം. ഈ ഒരു മൈൻഡിലാണ് ഞാൻ ഇരുന്ന് ഇങ്ങനെ സമയങ്ങൾ ചെലവഴിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയ്ക്ക് തന്നെ ബാധ്യത തീർക്കാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ പപ്പ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, മോനെ നീ പഠിക്കാൻ പോകാതെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു സഹായം ആകുമല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ പോലെ എൻ്റെ പപ്പ പറയുന്ന ഒരു ഒറ്റ വാക്ക് പോലും ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ പപ്പ, ഞാൻ പൊക്കോളാം. എൻ്റെ സ്നേഹിതന്മാരെല്ലാം പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ വീടിന്റെ അടുത്ത് സന്തോഷ് എന്ന് പറയുന്ന ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ചേട്ടൻ, തൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ചോളം സൂപ്പർ മാർക്കറ്റിൽ പാക്ക് ചെയ്ത് കൊടുക്കുക. വൈകുന്നേരം ആവുമ്പോൾ തൃശ്ശൂര് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്, പാർക്കവേ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടില് പോപ്കോൺ, ചോളം ഇങ്ങനെ പൊരിക്കുന്ന വലിയൊരു മെഷീൻ ഇട്ടിട്ട് പോപ്കോൺ വിൽക്കുന്ന ഒരു ജോലിയുണ്ട്. ആ ജോലിയിലേക്ക് എനിക്കൊരു അവസരം തന്നു. എനിക്കും ഭയങ്കര സന്തോഷമായി. എന്നോട് പറഞ്ഞു, ലിജോ നിനക്ക് ഞാൻ 1000 രൂപ ശമ്പളം തരും മാസം എന്ന് പറഞ്ഞു. രാവിലെ തൊട്ട് ഉച്ച വരെ നീ ചോളം പാക്ക് ചെയ്യണം, ഇന്ന സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുകൊടുക്കണം. വൈകുന്നേരം ഒരു 3 മണി 4 മണി തൊട്ട് പാർക്ക് വേ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടില് പോപ്കോൺ നീ വിൽക്കണം. ഞാൻ അങ്ങനെ ഈ ജോലി ചെയ്യാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഹൃദയത്തില് വല്ലാത്ത വേദനകള്, ദുഃഖങ്ങള് എന്നെ ഭാരപ്പെടുത്താൻ തുടങ്ങി. കാരണം എൻ്റെ പ്രായമുള്ളവരെല്ലാം വന്ന് ഈ പോപ്കോൺ 10 രൂപയ്ക്ക് വാങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ അത് എടുത്തു കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ സ്നേഹിതന്മാരെല്ലാം അവരടിച്ചു പൊളിച്ച് കോളേജിൽ പോകുമ്പോൾ എനിക്ക് മാത്രം എന്തോ ദൈവമേ ഇങ്ങനെ ഒരു അനുഭവം. ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ യേശുവിനോട് പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യത്തെ മാസം എനിക്കൊരു 1000 രൂപ എൻ്റെ ലൈഫിൽ ആദ്യമായി എനിക്കൊരു ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ ആ ശമ്പളവുമായിട്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ എൻ്റെ പപ്പയുടെ കയ്യില് ഈ 1000 രൂപ കൊടുത്തു. ഈ 1000 രൂപ എൻ്റെ പപ്പയുടെ കൊടുത്തപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ പപ്പ 1000 രൂപ പ്രാർത്ഥിച്ച് പപ്പ എടുത്ത കർത്താവിന് കൊടുക്കേണ്ട ദശാംശം കൊടുത്ത് ബാക്കിയെല്ലാം കടം വീട്ടുന്ന ഒരു അനുഭവം ഞാൻ കാണാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ എൻ്റെ ലൈഫില് എനിക്ക് കിട്ടുന്ന ശമ്പളങ്ങളെല്ലാം ഓരോ മാസം ഞാൻ എൻ്റെ പപ്പയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കും. പ്രാർത്ഥിക്കുന്നത് കണ്ട് വളരാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അങ്ങനെ ഒരു 3 മാസത്തിന്റെ മുകളില് ഞാൻ ഈ സന്തോഷ് എന്ന് പറയുന്ന ആ സഹോദരന്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് IPCയിലെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ എറണാകുളത്ത് ഒരു കണ്ണാട കടയിൽ എനിക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം, അതൊരു വലിയ ഹോൾസെയിൽ കടയാണ് മോനെ, കുറച്ചുകൂടി മെച്ചം ഉണ്ടാകുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ പാസ്റ്ററെ, വളരെ സന്തോഷം, ഞാൻ പോവാൻ തയ്യാറാന്ന് പറഞ്ഞു എന്നെ ഈ എറണാകുളത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ വലിയ ഹോൾസെയിൽ കടയാണ്, ഒരുപാട് സ്റ്റാഫുകളുണ്ട്, വളരെ സന്തോഷം, എല്ലാം കൊണ്ടും വളരെ സന്തോഷം. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടില് ഒരു ഓണറുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നതും ആ ഓണറാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത, രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് മാതാവിന്റെ മുന്നിൽ ഒരു പ്രാർത്ഥനയുണ്ട്, രൂപങ്ങളുടെ മുന്നിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു.
പക്ഷെ ആ സമയങ്ങൾ അവർ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ നീങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്റെ ദൈവം ആരാണെന്ന് അറിയാം. അപ്പൊ ചില ദിവസങ്ങളെല്ലാം എന്നെ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ അവരുടെ കൂടെ ഞാൻ രൂപത്തിന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഒരു ദിവസം മാനേജർ വന്ന് ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ രൂപത്തിന്റെ മുന്നിൽ വന്ന് നീ പ്രാർത്ഥിക്കുന്നില്ല, മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. എന്റെ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് സ്വർഗം സിംഹാസനം, ഭൂമി പാതപീഠമെന്ന് അരുളി ചെയ്ത് ഈ മഹാദൈവത്തെ ഒരു രൂപത്തിന്റെ ഉള്ളിലും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലെന്നുള്ള വലിയ ബോധ്യം എന്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്റെ കർത്താവിനെ അറിയാം. യെശയ്യാവ് എന്ന് പറയുന്ന ആ ശക്തനായ പ്രവാചകൻ യെശയ്യാവ് 40 എഴുതി വെച്ചിരിക്കുന്നു, ആകാശത്തിന്റെ പരിമാണം എടുക്കുന്ന, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്ന, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിലും തൂക്കുന്ന സർവശക്തനായ ദൈവത്തിന് എങ്ങനെ കഴിയും ഒരു രൂപത്തിന്റെ ഉള്ളിൽ വന്ന് ഇരിക്കാൻ? പ്രത്യേകിച്ച് ഒരു ദൈവത്തിന്റെ കൽപ്പനയാണ് നിങ്ങൾ ഒരു രൂപത്തിന് മുന്നിലും വന്ന് പ്രാർത്ഥിക്കരുതെന്ന്. വലിയൊരു കൽപ്പനയാണ്. ഞാൻ ആ മാനേജറോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാനൊരു രൂപത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുകയോ മെഴുതിരി കത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യില്ല. എന്റെ യേശു ആരാണെന്ന് എനിക്കറിയാം. എൻ്റെ ഉള്ളിൽ ഒരു വാക്കും കൂടി യേശുവിനെ കുറിച്ച് ഉള്ളിൽ ഒരു പ്രേരണ തരുന്നു. യോഹന്നാൻ പത്മോസിൽ കണ്ട യേശുവിന്റെ രൂപം അവിടെ വെളിപ്പാട് 1:14 മുതൽ എഴുതി വെച്ചിരിക്കുന്നത്, അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, മുഖം സൂര്യൻ ശക്തിയോടെ ഉദിക്കുന്ന, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ 7 നക്ഷത്രങ്ങളെ വലങ്കരത്തി പിടിച്ച, കാലുകൾ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച, വെള്ളോട്ടിന് സമം കാലുള്ള, വെള്ള നിലയെങ്കി ധരിച്ച, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഈ കർത്താവിനെ യോഹന്നാൻ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ കാൽക്കൽ വീണ അതേ ദൈവമാണ്, അതേ കർത്താവാണ് എന്റെ ഉള്ളിലുള്ള എന്ന് എനിക്ക് നല്ല ഉറപ്പും വിശ്വാസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പൗലോസ് പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. എന്റെ യേശു എവിടെയുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാനൊരു രൂപത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുകയോ ആരാധിക്കുകയോ ചെയ്യില്ല. മാനേജർ എന്നോട് പറഞ്ഞ വാക്ക്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വാക്ക് അവസാനിപ്പിച്ചു. പക്ഷെ പിന്നെ സംഭവിച്ചത്, അതുവരെ സംസാരിച്ചവരൊന്നും പിന്നെ എന്നോട് സംസാരിക്കുന്നില്ല. ഞാൻ ആലോചിച്ചു, എന്റെ ദൈവമേ, ആരും എന്നോട് സംസാരിക്കുന്നില്ല. ചില ദിവസങ്ങൾ കൂടി ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മാനേജർ ഒരു അല്പം പൈസയുമായിട്ട് എന്റെ അടുക്കൽ വന്നിട്ട് ആ മാനേജർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, രൂപങ്ങളുടെ മുന്നിൽ നീ ആരാധിക്കാത്തത് കൊണ്ട്, മധ്യസ്ഥ അണയ്ക്കാത്തത് കൊണ്ട് നിനക്ക് ഇവിടെ ജോലിയില്ല, നിനക്ക് പോകാം. ഞാൻ ഈ വാക്ക് കേട്ട് ആ അല്പം പൈസ എന്റെ കയ്യിൽ തരുമ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. കാരണം എന്റെ വീടിന്റെ അവസ്ഥ വളരെ സാമ്പത്തികമായി വളരെ ഞെരുങ്ങി പോയൊരു അനുഭവമാണ്. എനിക്കറിയാം എന്റെ ഭവനത്തിന്റെ അവസ്ഥ എങ്ങനെ കടന്നു പോകുന്നത്. ഞാൻ വല്ലാതെ നിരാശയോടുകൂടി പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്റെ പപ്പയെ വിളിക്കാനിടും. പപ്പ, എന്നെ ജോലി സ്ഥലത്തുനിന്ന് അവർ പറഞ്ഞു വിട്ടു. എന്താ മോനെ കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, പപ്പ, ഞാൻ രൂപത്തിന്റെ മുന്നിൽ ഞാൻ ആരാധിച്ചില്ല, ഈ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. പപ്പ എന്നെ ആ എറണാകുളത്ത് വെച്ച് ഒരുപാട് ആശ്വസിപ്പിക്കാനായിട്ട് വന്നു. ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി കേട്ടിട്ടുണ്ട്. ഒരു സിസ്റ്റർ 16 വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്തൊന്നും ഒരു വാക്കുകൊണ്ട് പോലും പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററാണ് എന്ന് ആരെ അറിയിച്ചില്ലെന്ന്. അങ്ങനെയല്ല വേണ്ടത്. ജീവിതത്തിൽ എവിടെയായിരുന്നാലും, എത്ര യാത്ര ചെയ്താലും, ഒരു ബസ്സിൽ യാത്ര ചെയ്താലും, ഏത് ഫംഗ്ഷനിൽ പോയാലും എല്ലാവരുടെ മുന്നിൽ ഒന്നറിയിക്കണം, ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്, ഒരു പ്രാർത്ഥനക്കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മകനാണ്. കാരണം എൻ്റെ വലതും ഇടതൊക്കെ ഇരിക്കുന്നവർ പലരും തകർന്ന് ശൂന്യമായി മുന്നോട്ട് ജീവിതം നയിക്കുന്നവരാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ എവിടെ യാത്ര ചെയ്താലും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞിട്ട് ഞാൻ വെളിപ്പെടുത്തും,
ഞാനൊരു യേശുവിന്റെ മകനാണ്, ഞാനൊരു പ്രാർത്ഥനക്കാരൻ. എനിക്ക് അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ തീർച്ചയായും പറയും, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഞാൻ അവിടേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ഒരു വാക്ക് കേട്ട് എന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി ഞാൻ എറണാകുളം KSRT സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ ഉള്ളം നിരാശ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ ആ ചുറ്റുവട്ടത്ത് എറണാകുളം KSRT സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഞാൻ കാണാനുള്ള ഇടവന്നു. ഞാൻ ആ സ്ഥാപനത്തിലേക്ക് ചെന്ന് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു. അവിടെ ഇരിക്കുന്ന മേഡത്തോട് പറഞ്ഞു, മേഡം എന്തെങ്കിലും ജോലി കിട്ടാനുണ്ടോ? ആ മേഡം ഇങ്ങനെയാണ് പറഞ്ഞത്, മോനെ ഇവിടെ ഇഷ്ടംമാതിരി ഓഫീസ് ബോയ് ആയിട്ട് ജോലി ഉണ്ട്, ഇത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ ജോലി തരാം. എന്റെ കയ്യിലെ തുച്ഛമായ പൈസയിൽ നിന്ന് ആ ഭാഗം ഞാൻ അവർക്ക് കൊടുത്തിട്ട് ഞാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ തിരിച്ച് തൃശ്ശൂർക്ക് യാത്ര ചെയ്തു. വീട്ടിൽ ഒരു 2 ദിവസം താമസിക്കുന്ന സമയത്ത് എനിക്ക് കോള് വന്നു, ലിജോ നിനക്കുള്ള ജോലി ശരിയായിട്ടുണ്ട്, കലൂര് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് ജോലി ശരിയായിട്ടുള്ളത്. വളരെ സന്തോഷത്തോടെ എന്റെ അമ്മ ഉള്ള അല്പം ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് ഞാനും എന്റെ അമ്മയും കൂടി ഒരുമിച്ച് എറണാകുളത്തേക്ക് യാത്ര ചെയ്തു. KSRT സ്റ്റാൻഡിൽ ഇറങ്ങി ഈ പ്രൈവറ്റ് എംപ്ലോയ്മെന്റിൽ ചെന്ന് ഞാൻ എന്റെ ആ ചെല്ലേണ്ട സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്ന ലെറ്ററുമായിട്ട് അവിടുന്ന് ബസ് കയറി കലൂര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. ഞങ്ങൾ ഈ സ്ഥാപനം തപ്പി നോക്കിയപ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണ്. ഞാൻ ആ സ്ഥാപനത്തിലേക്ക് നടക്കുമ്പോൾ അവിടെ പേര് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, സ്റ്റാർ ടൂറിസ്റ്റ് ഹോം എന്ന സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ റിസപ്ഷനിലെ 2 സിസ്റ്റർമാർ ഇരിക്കുന്നത് കണ്ടു. ഞാൻ വലിയ മാനേജർ ഉദ്യോഗം പോലെ ഞാൻ എൻ്റെ ആ പേപ്പർ ഞാൻ ആ സിസ്റ്റർമാർക്ക് കൊടുത്തു. അവർ കുറെ നേരം അത് വായിച്ചു നോക്കിയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആദ്യത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു, മോനെ ലിജോയെ, നിനക്ക് തൃശ്ശൂർ എവിടെയും ഒരു ജോലി കിട്ടാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ ചേച്ചി, എന്നെ ഇവിടേക്ക് വിട്ടത് ഒരു ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഓഫീസ് ബോയ് ആയിട്ടാണ് വിട്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെന്റെ മുഖത്ത് വളരെ നിരാശയോട് പറഞ്ഞു, മോനെ ഇവിടെ ഓഫീസ് ബോയ് ആയിട്ട് ജോലിയില്ല, ഇവിടെയുള്ള ജോലി റൂം ബോയ് ആയിട്ടുള്ള ജോലിയാണ്. എനിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. എന്റെ അമ്മയ്ക്ക് വേഗത്തിൽ പിടുത്തം കിട്ടും. എന്റെ അമ്മ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ചേച്ചി അതെന്താണ് ഈ ജോലി? അപ്പൊ പറഞ്ഞു, ഇവിടെ താമസിക്കാൻ വരുന്നവർക്കെല്ലാം നീ കാര്യങ്ങള് ചെയ്തു കൊടുക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആദ്യ സമയങ്ങളിൽ ബാലന്മാർ വന്ന് ഒരു റൂമിലെ കാര്യങ്ങളെല്ലാം താമസിക്കാൻ വന്നവർക്ക് ചെയ്തു കൊടുക്കേണ്ട അതേ ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്റെ അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മ കരയണ്ട, 2-3 മാസത്തിനുള്ളിൽ നമുക്ക് ഇവിടുത്തെ ജോലി വേറെ സ്ഥലത്തേക്ക് ഒരു ജോലി നോക്കിയിട്ട് ഞാൻ വേഗത്തിൽ മാറിക്കോളാം. അമ്മയെ ആശ്വസിപ്പിച്ച് ഞാന് ഈ ചേച്ചിമാരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്നെക്കാൾ വലിയൊരു കുപ്പായം തന്നു. ആ 2 ചേച്ചിമാർ എന്നോട് പറഞ്ഞു വാക്ക് ഇങ്ങനെയാണ്, മോനെ നീ അധികം നാള് ഇവിടെ നിൽക്കരുത്, എത്രയും വേഗം ഇവിടുന്ന് മാറിക്കോണം. ഞാൻ പറഞ്ഞു, ശരി ചേച്ചി. അടുത്ത എന്നോടുള്ള ഒരു പ്രിയം കൊണ്ട് ആ ചേച്ചിമാര് പറഞ്ഞു, മോനെ ഇവിടെ നിനക്ക് ശമ്പളം 1000 രൂപയാണ്, നീ ഈ ശമ്പളം 1000 രൂപ വീട്ടിലേക്ക് കൊടുത്തു വിടണമെങ്കിൽ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്, ഈ റൂമില് താമസിക്കാൻ വരുന്നവർ എന്തു പറഞ്ഞാൽ അനുസരിക്കണം. അവർ കടയിൽ പോയിട്ട് സാധനങ്ങളെല്ലാം ആവശ്യമുള്ളതെല്ലാം മേടിച്ച് കൊണ്ടുവരാൻ പറയുമ്പോൾ നീ അവർ പറയുന്നതെല്ലാം മേടിച്ചുകൊണ്ട് കടക്കാരനോട് പറയണം, മാക്സിമം ചില്ലറ തരാൻ പറയണം. ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് ഓരോ റൂമില് ഞാൻ ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ അവരുള്ളിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുന്ന ആ ചില്ലറകൾ മുഴുവൻ നിങ്ങൾ എടുത്തോ എന്നൊരു വാക്ക് കേൾക്കാം. അതായിരുന്നു അവരെനിക്ക് തന്ന ടിപ്പായിരുന്നു എൻ്റെ മാസങ്ങളിലെ എൻ്റെ ജോലിയിലെ ഓരോ ദിവസത്തെ ഭക്ഷണം. ഞാൻ എൻ്റെ 1000 രൂപ എനിക്ക് വീട്ടിലേക്ക് അയക്കണമെങ്കിൽ ടിപ്പ് എനിക്ക് കിട്ടിയാലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. പഴയ നിയമ പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തില് ജോസഫ് 6-7 ജീവിതത്തിൽ മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ ജോസഫിന്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുമായിട്ട് അപ്പന്റെ കൂടെ നിൽക്കുമ്പോഴാണ് തന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത മരുഭൂമികൾ വന്നത്. പൊട്ടക്കിണറ് തന്റെ ലൈഫിലൊരു മരുഭൂമിയായിരുന്നു. തന്റെ സ്നേഹിതന്മാർ തന്നെ വിൽക്കുന്നതും തന്റെ ലൈഫിലൊരു മരുഭൂമിയായിരുന്നു. തിരിച്ച് മിസ്രൈമിലേക്കുള്ള ആ മരുഭൂമിയുള്ള യാത്രയും തന്റെ ജീവിതത്തിൽ ആഴമായിരുന്നു. മിസ്രൈമിലെ ക്ഷമതയും പൊത്തിപ്പേറിന്റെ ഭവനവും കാരാഗ്രഹവും എല്ലാം ജോസഫിന്റെ ജീവിതത്തിലെ ഒരു മരുഭൂമി അല്ലെങ്കിൽ ജീവിതത്തിലെ ആഴമേറിയ അനുഭവങ്ങളായിരുന്നു. എന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത എൻ്റെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങാനിട വന്നു. ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ ജീവിതത്തിൽ ചെയ്യാത്ത ഒരുപാട് നല്ല ജോലികൾ ഞാൻ ആ സ്റ്റാർ ടൂറിസ്റ്റ് ഹോമിൽ ചെയ്യാനിട വന്നു.
ഇങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച എന്റെ കുറച്ച് സ്നേഹിതന്മാര് അവിടെ ആ, താമസിക്കാൻ വരിക. ഞാൻ ഇവരെ ദൂരെ നിന്ന് കണ്ടപ്പോ എന്റെ ഉള്ളിൽ കൂടെ മിന്നല് പോകുക എന്നൊക്കെ പറഞ്ഞ എന്റെ ഹൃദയത്തിൽ കൂടെ ഒരു മിന്നല് പോയി. കാരണം എന്റെ സ്നേഹിതന്മാരെല്ലാം വിചാരിച്ചു ഞാൻ വലിയ പൈസക്കാരനാണ്. ഇവര് അടുത്ത് വരുമ്പോൾ ഞാന് ഈ സ്റ്റാർ ടൂറിസ്റ്റ് ഹോമിലേക്ക് ഇങ്ങനെ അടുത്ത് വന്ന ഒരു സമയത്ത് ഞാൻ വേഗം റൂമിൽ പോയിട്ട് ദൈവമേ ഇനി എന്ത് ചെയ്യും, കാരണം ഒന്നും ചെയ്യില്ല, ഞാൻ തന്നെ വേണം അവർക്ക് റൂം കാണിച്ചു കൊടുക്കാൻ. അപ്പൊ എന്റെ ഉള്ളിൽ ഒരാൾ സംസാരിച്ചു, നീ ജോലി അല്ലേ ചെയ്യുന്നത്, ധൈര്യമായിട്ട് മുന്നിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോ അവർ ചോദിച്ചു, എന്തായാലും ചോദിച്ചു ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെയാണ് ജോലി എന്ന് പറഞ്ഞ ഒരു പരുവത്തിന് അവർക്ക് റൂം കാണിച്ച് ഞാൻ അവിടുന്ന് മാറി. ഒരാഴ്ച ഡേ ആണെങ്കിൽ ഒരാഴ്ച നൈറ്റ് ആണ്. എന്റെ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിരാശകൾ കൊണ്ട് വീണ്ടും എൻ്റെ ജീവിതം പതുക്കെ മാറാൻ തുടങ്ങി. ഞാൻ ആരോടത്തും അധികമായി ഞാൻ അത് ഷെയർ ചെയ്തില്ല. ഇങ്ങനെ പിറ്റത്തെ ദിവസം തൊട്ട് എനിക്ക് നൈറ്റ് ആണ് ജോലി, ഡേ ഫ്രീയാ. ഞാൻ എൻ്റെ 2 ചേച്ചിമാരോട് പറഞ്ഞു, ചേച്ചിമാരെ ഞാൻ മറൈൻ ഡ്രൈവ് എല്ലാം ഒന്ന് കണ്ടിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു. അവിടുന്ന് ബസ് കയറി മറൈൻ ഡ്രൈവിൽ വന്ന് ഇറങ്ങി. ഞാൻ ആ കായലിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി സംസാരിക്കാൻ തുടങ്ങി. ആ വാക്കിങ്ങനെയാണ്, ലിജോ നീ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം നിന്റെ പപ്പയ്ക്ക് ഒരു ഗതി ഉണ്ടാകില്ല, അതുകൊണ്ട് നിനക്കും ഒരു ഗതി ഉണ്ടാവില്ല. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ചാടി നിനക്ക് വേണമെങ്കിൽ മരിക്കാം, നല്ല സമയമാണ് ഇപ്പോൾ നിനക്ക് ചാടിയാൽ മരിക്കാം. ആരാണ് എൻ്റെ ഉള്ളിൽ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു ഉള്ളിൽ പറഞ്ഞ ആ വാക്കുകൾ എന്നെ വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ അകത്ത് വേറൊരു ശബ്ദം കേട്ടു, മോനെ നീ മരിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. ആ വാക്ക് എൻ്റെ ഉള്ളിൽ ശക്തിയോടെ ബലപ്പെട്ടു. ഞാൻ മടങ്ങി തിരിച്ച് ഈ സ്ഥാപനത്തിൽ വീണ്ടും ജോലി ചെയ്യുമ്പോൾ എൻ്റെ ചേച്ചി പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു, ജ്വല്ലറിയിലേക്ക് ആളെ ആവശ്യമുണ്ട്. ഞാൻ ഈ ചേച്ചി ഇന്റർവ്യൂ എഴുതി വിട്ടത് തിരിച്ച് 2 ദിവസങ്ങളിൽ ഇന്റർവ്യൂ കാർഡ് വീട്ടിൽ വന്നു. എന്നെ വിളിച്ചു, മോനെ നീ തിരിച്ചു വാ, ഒരു തൃശ്ശൂർ ഒരു സ്ഥാപനത്തിലേക്ക് ജ്വല്ലറിയിലേക്ക് ആളെ ആവശ്യമുണ്ട്, അതിലേക്ക് ഇന്റർവ്യൂ കാർഡ് വന്നു, നീ വരാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാൻ ചേച്ചിമാരോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, എനിക്ക് അവിടെ ജോലി കിട്ടിയാൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല, ഇല്ല ജോലി കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഞാൻ മടങ്ങി വരും. ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. രാത്രി സമയത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എവിടെയാണ് ഇന്റർവ്യൂ കാർഡ്? ചേച്ചി എടുത്തു വെച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ കാർഡ് കാണാനില്ല. ആ രാത്രി ഒരു 1:30-2 മണി വരെ വീട് മൊത്തം അരിച്ചു പറക്കി. കാർഡ് കാണാണ്ടായി, നിരാശയായി. രാവിലെ തിരിച്ചു മടങ്ങി, തിരിച്ച് എറണാകുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങി. പക്ഷെ പുലർച്ചെ സമയത്ത് എന്റെ ചേച്ചി ഒരു ദർശനം കണ്ടു. ഇന്ന ബുക്കിന്റെ ഇടയിൽ ആ ഇന്റർവ്യൂ കാർഡ് ഉണ്ടെന്ന് ഒരു ദർശനം കണ്ടു. ചേച്ചി ചാടി എഴുന്നേറ്റു, ബുക്ക് തുറന്നു. അതേ സ്പോട്ടിൽ ചെന്ന് ബുക്ക് തുറന്നപ്പോൾ അവിടെ കാർഡ് കണ്ടു. ഞാൻ അന്ന് പ്രഭാതത്തിൽ കുളിച്ചൊരുങ്ങി ഇതുപോലെ ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ട് അത്യാവശ്യം ഗ്ലാമറായി ഫെയർ ലെവലിയൊക്കെ തേച്ച് സുന്ദരനായി ജ്വല്ലറിയിലേക്കാണല്ലോ പോണത്. അങ്ങനെ ഒരുങ്ങി ഞാൻ ബസ് കയറി. തൃശ്ശൂരിൽ റൗണ്ടിൽ MO റോട്ടിൽ വൃന്ദാവൻ ജ്വല്ലറിയിലായിരുന്നു ഇന്റർവ്യൂ. ഞാൻ ചെന്നു, അവരെന്നോട് സംസാരിച്ചു. അവിടുത്തെ മുതലാളിയുടെ പേര് ജേക്കബ് എന്നാണ്. ആളെന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മോനെ നീ നാളെ തൊട്ട് ജോലിക്ക് പോരെ, ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ എന്റെ പപ്പ ഒരു പാസ്റ്ററാണ്, ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇവിടെ ഒരു അങ്ങനത്തെ പ്രശ്നമില്ല, എന്താ നീ ചോദിക്കാൻ കാരണം? ഞാൻ പറഞ്ഞു, സാർ ഇതിന് മുന്നേ നിന്നൊരു സ്ഥാപനത്തിന് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, സാറ് 4 ദിവസം കഴിഞ്ഞ് ഞാൻ പെന്തക്കോസ്തുകാരനാന്ന് പറഞ്ഞ് സാർ എന്നെ പറഞ്ഞു വിട്ടാൽ എനിക്കിപ്പോ ഒരു ജോലിയുണ്ട്, അതും പോകും ഇതും പോകും. അപ്പൊ ആ സാർ എന്നോട് പറഞ്ഞൊരു വാക്ക്, ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ജ്വല്ലറിയിലേക്കാണല്ലോ വരുന്നതെന്ന് വെച്ച് ഇതുപോലെ തന്നെ സുന്ദരനായി കുട്ടപ്പനായി ജ്വല്ലറിയിൽ വന്നപ്പോൾ അടുത്ത് ഷട്ടർ പകുതി താത്തിയിട്ടിട്ടുണ്ട്. ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് ഞാൻ കുനിഞ്ഞു കയറി. മുതലാളി എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നു. പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞിട്ട് ആദ്യം എനിക്ക് തന്നത് ഒരു കഷ്ണം തുണികളാണ്. എന്നോട് പറഞ്ഞു, മോനെ ഈ റൂം ചില്ലുകളെല്ലാം നീ നന്നായി തുടയ്ക്കണം എന്ന് പറഞ്ഞു. ഓക്കെ സാറേ. ഞാൻ വളരെ സന്തോഷത്തോടെ ചില്ലുകളെല്ലാം തുടയ്ക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തത് എനിക്കൊരു ബക്കറ്റും തുടയ്ക്കാനുള്ള ഒരു കോലും എന്റെ കയ്യിൽ തന്നു. ഇത് മുഴുവൻ തുടച്ചോളം പറഞ്ഞു. വളരെ സന്തോഷത്തോടെ നമ്മൾ ആ ജോലി ചെയ്യാനായിട്ട് വന്നു. അടുത്തത് എന്നോട് പറഞ്ഞു, ഈ റൂമിലേക്ക് കയറിയിട്ട് അതെല്ലാം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇനി ചെയ്യേണ്ട കാര്യം ഇവിടെ ക്ലോസറ്റുകളെല്ലാം വാഷിംഗ് ബേസിൻ എല്ലാം കഴുകണം എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ ഒരു മടി ഉണ്ടായിരുന്നില്ല, കാരണം എന്റെ പ്രാക്ടീസ് എല്ലാം എറണാകുളത്ത് നടന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കോമഡി ആയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കാണുന്നത്. നമ്മൾ അതിന്റെ മുകളിലെല്ലാം കയറി നിന്ന് വളരെ സന്തോഷത്തോടെ അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വന്നു.
ഇങ്ങനെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ശമ്പളം അവിടെയും 1000 ആയിരുന്നു. 1000 ഒരു വിടുതല് നാളുകളായിട്ട് കയറുന്നില്ല. പക്ഷെ ഞാൻ 1000 രൂപ എല്ലാം കിട്ടുന്ന സമയത്ത് എല്ലാം എന്റെ പിതാവിന്റെ കയ്യിൽ 1000 രൂപ കൊടുത്തുകൊണ്ടിരുന്നു. എന്റെ പപ്പ എന്ന് പൈസ കിട്ടിയാലും എന്റെ പപ്പ ഈ പ്രാർത്ഥിച്ചിട്ട് ഈ പൈസ മേടിച്ചിട്ട് ദശാംശം കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഞാൻ 2.5 വർഷം ഈ ജ്വല്ലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പപ്പയുടെ രണ്ടാമത്തെ ചർച്ച് സ്ഥാപിക്കപ്പെടാൻ ഇടവന്നു. എന്റെ പപ്പയോട് കർത്താവ് പറഞ്ഞു, ഈ ഒരു സഭ ഷാരോനുമായി ബന്ധപ്പെട്ടിട്ട് സഭ വിട്ടുകൊടുത്തിട്ട് തൃശ്ശൂരിന്റെ പുല്ലഴി എന്ന് പറയുന്ന ഭാഗത്തേക്ക് കർത്താവിന്റെ വേലയുമായി പോകാൻ എന്റെ പപ്പയോട് പറഞ്ഞു. അപ്പോഴും എന്റെ പപ്പ വളരെ ഞെരുങ്ങി റോട്ടിലെ കല്ലുടച്ചും ഇതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ പ്രവർത്തനങ്ങളായിട്ട് ആദ്യത്തെ 1-ാമത്തെ വർഷമാണ് ഒരു വ്യക്തിയെ കിട്ടിയത്. ഞാനും എന്റെ അമ്മയും എന്റെ പപ്പയും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ എല്ലാ സൺഡേയിലും ഞങ്ങൾ പോകുന്നത്. പപ്പ വെള്ളിയും ശനിയും ഒക്കെ കർത്താവിന്റെ വേല അവിടെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയെ കിട്ടി. അങ്ങനെ പുല്ലരിയുടെ ഭാഗത്ത് എന്റെ പപ്പ എഴുതിയ കുറെ ട്രാക്റ്റുകളിൽ ഒരു ട്രാക്റ്റ് ആയിരുന്നു ക്രൂശീകരണം എന്നുള്ള ഒരു ട്രാക്റ്റ്. പുല്ലരിയുടെ വീടുകളിലെല്ലാം കയറി ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പയ്ക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വയറ് പൊരിഞ്ഞു. അതിനുള്ള പൈസ എന്റെ പപ്പയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ യേശുവിനോട് പപ്പ പറഞ്ഞു, യേശുവേ, നിന്റെ വേല ചെയ്യാൻ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ അല്ലെങ്കിൽ 2 അപ്പം കഴിക്കാൻ പൈസ ഇല്ലല്ലോ യേശുപ്പ. 2 വീടും കൂടി കയറിയിട്ട് ഞാൻ നിർത്തുക, ചൂട് സഹിക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അടുത്ത 2 വീട്ടിൽ കയറുമ്പോൾ അതിൽ 1-ാമത്തെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ പപ്പ എന്തു പറഞ്ഞോ അതേ ആ വീട്ടിൽ 2 അപ്പവും ചായയും എന്റെ പപ്പ അവരെ നൽകാനായിട്ട് വന്നു. ഈ ഒരു വാക്ക് പറഞ്ഞ് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജ്വല്ലറിയിൽ നിന്ന് 2.5 വർഷം കഴിഞ്ഞ് എന്റെ ശമ്പളം വന്ന് 2750 രൂപയായിരുന്നു. ഈ ഒരു അനുഭവം കഴിഞ്ഞപ്പോൾ എനിക്ക് ജ്വല്ലറിയിൽ നിന്ന് ഹോൾസെയിലേക്ക് കയറാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അങ്ങനെ എന്റെ ശമ്പളം അവിടുന്ന് 3500 ആയിരുന്നു എന്റെ ജീവിതത്തിൽ ശമ്പളം. എന്റെ ചെറുപ്രായത്തിലേക്ക് ഒന്നും ഇറങ്ങി ഒരു വാക്ക് പറയട്ടെ. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ഒരു BSc സൈക്കിള് ആയിരുന്നു. ഏറ്റവും ഞാൻ ആഗ്രഹിച്ചത് എന്റെ ലൈഫില്, എന്റെ ചെറുപ്രായത്തില് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ബൈബിൾ ഒരു വാക്യമുണ്ട്, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്നുള്ള വചനപ്രകാരം ജ്വല്ലറിയിൽ നിന്ന് ഹോൾസെയിലേക്ക് കയറാൻ ദൈവം അവസരം തന്നപ്പോൾ എന്റെ ദൈവം എന്റെ വഴിയെ തുറക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ എന്റെ ശമ്പളം വർദ്ധിക്കാൻ തുടങ്ങി. 3000, 5000, 10000, 20000 വർദ്ധിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരാൻ തുടങ്ങി. ഞങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരാൻ തുടങ്ങി. സുവിശേഷ വേലകൾ വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ചേച്ചിയുടെ വിവാഹത്തെക്കുറിച്ച് ആരംഭത്തിൽ തൊട്ടതുപോലെ വെറും 15000 രൂപ എന്റെ ചേച്ചിക്ക് സ്ത്രീധനം കൊടുക്കേണ്ട സ്ഥാനത്ത് 25 ലക്ഷം രൂപ എന്റെ ചേച്ചിക്ക് വീണ്ടും കൊടുക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ജീവിതത്തിൽ ഒരു നാള് കഷ്ടതയാണെങ്കിലും എല്ലാ നാളും നമ്മുടെ കർത്താവ് കഷ്ടതയിൽ കൂടെ കടത്തിവിടുന്ന ഒരു ദൈവമല്ല. ദാവീദ് പറയുന്ന പോലെ യഹോവയെ രുചിച്ചറിയുക എന്നതുപോലെ ഒരേ വർഷങ്ങളിൽ കർത്താവിനെ രുചിച്ചറിയാൻ ദൈവം ഭാഗ്യം തന്നു. ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. എന്റെ വീടിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. ഞാനിപ്പോൾ എന്റെ പ്രേക്ഷകരോട് പറയാം, ഞാനൊരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന അങ്ങനെ കടത്തിവിടുന്ന ഒരു ദൈവത്തെ പ്രസന്റ് ചെയ്യാനല്ല ഈ അനുഗ്രഹിക്കപ്പെട്ട അരോമ TVയിൽ ഞാൻ വന്നത്. വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ, അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ ഒരു നല്ല ദൈവത്തെ പ്രസന്റ് ചെയ്യാനാണ് ഞാൻ ഏറ്റവും അധികമായി സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങി. അനുഗ്രഹിക്കപ്പെട്ട വീടുകളെ ദൈവം എനിക്ക് നൽകി തരാൻ തുടങ്ങി. അതോടൊപ്പം എന്റെ പപ്പയുടെ സുവിശേഷ വേല വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴും ഈ സമ്പത്തെല്ലാം കിട്ടുമ്പോഴൊക്കെ ഒരു ഭാഗം ഞാന് എന്റെ പപ്പയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കും. എന്റെ പപ്പ ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നമ്മുടെ ഈ പൈസകൾ മുഴുവൻ നമ്മൾ സമ്പാദിച്ച വ്യക്തിയേക്കാൾ നല്ലത് കിട്ടുന്നതിൽ ഒരു ഭാഗം മുഴുവൻ നമുക്ക് ചില ദേവാസമാർക്കെല്ലാം, കഷ്ടമനുഭവിക്കുന്ന ദേവാസമാർക്കെല്ലാം നമുക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു, തീർച്ചയായും പപ്പ, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ സുവിശേഷ വേലയുടെ വർധനമായിട്ട് എനിക്ക് നൽകി തന്ന നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ പപ്പ ഒരു ടീം രൂപീകരിച്ചു, ഇമ്മാനുവൽ ഗോസ്പൽ ടീം. ആ ടീം വർദ്ധിക്കാൻ തുടങ്ങി. 6 ജില്ലകളിലേക്ക് സുവിശേഷ പ്രവർത്തനം വർദ്ധിക്കാൻ തുടങ്ങി.
ഇതെല്ലാം ഇങ്ങനെ വരുന്നു. അതിനോടൊപ്പം എൻ്റെ നന്മകൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് എൻ്റെ ലൈഫ് തിരിയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്മകൾ വരുന്നു. എൻ്റെ പപ്പയോട് ഞാൻ വളരെ വിശ്വസ്തയോടെ നന്മകളെല്ലാം പപ്പയെ കൊടുക്കുന്നു. ബാധ്യതകളെല്ലാം മാറുന്നു. ഈ ജ്വല്ലറിയിലെ ഒരു പ്രത്യേകത, അവർ 3 മാസം കൂടുമ്പോൾ ടൂറ് കൊണ്ടുപോകും. ഈ ടൂറ് കൊണ്ടുപോകുന്നത് എൻ്റെ ലൈഫില് മറ്റു ഒരുപാട് സ്നേഹിതരുമായിട്ടുള്ള ബന്ധം, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പതുക്കെ അകറ്റാൻ തുടങ്ങി. ഭവനത്തിൽ ഞാൻ വളരെ നല്ല കുട്ടിയാണ്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഞാൻ പോകും. ഒരു പ്രാർത്ഥന പോലും മുടക്കില്ല. പക്ഷെ എൻ്റെ പപ്പ അറിയാതെ, എൻ്റെ മമ്മി അറിയാതെ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ പതുക്കെ അകലാൻ തുടങ്ങി. ഇങ്ങനെ ജീവിതത്തിലെ ലോകത്തിന്റെ മോഹങ്ങളെ എൻ്റെ ഉള്ളിൽ ഞാൻ പതുക്കെ രസിക്കാൻ തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങി. അത് ജീവിതത്തിന്റെ ആഴമേറിയ പാപങ്ങളെ ഞാൻ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. എൻ്റെ പപ്പയെ അറിയുന്നില്ല, എൻ്റെ മമ്മി അറിയുന്നില്ല. എല്ലാ പ്രാർത്ഥനകൾക്കും ഞാൻ പോകുന്നു. പക്ഷേ എനിക്കറിയാം എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇതെല്ലാം ഞാൻ അനുഭവിച്ച വ്യക്തിയാണെങ്കിലും ലോകവും അതിന്റെ മോഹങ്ങളും എന്നെ കാർന്നു പിടിച്ചു. എനിക്ക് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്നിൽ നിന്ന് പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. ദൈവാത്മാവിൽ നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട, അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പതുക്കെ മാറുവാൻ ഇടവന്നു. ഞാനിതൊന്നും അറിയാതെ ലോകത്തിന്റെ മോഹങ്ങളിൽ കൂടെ യാത്ര ചെയ്യാൻ ഇടവന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ ഒരുപാട് ടൂറുകള്, ഒരുപാട്, എൻ്റെ തൃശ്ശൂരിൽ ഒരുപാട് സ്നേഹിതന്മാര്, എൻ്റെ ദേശത്ത് വലിയൊരു കൂട്ടം സ്നേഹിതന്മാര്, കയ്യിൽ നിറച്ചു പൈസ, വാഹനങ്ങള്, ഇതെല്ലാം ദൈവം എനിക്ക് തന്നു. ഇതൊരു ഭാഗം ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾക്കായി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ സിംഗപ്പൂർ, മലേഷ്യ ടൂർ പോകാനൊരു അവസരം ഉണ്ടായി. അതിനകത്തേക്ക് കാര്യങ്ങൾ ചെയ്തു. അതിനു മുമ്പേ തലേ ഒരാഴ്ചയില് ഞാൻ ഞങ്ങളുടെ ദേശത്തുള്ള സ്നേഹതീരം എന്നുള്ള ഒരു സ്ഥലത്ത് ടൂറ് പോകാനായിട്ട് വന്നു. ആ ടൂറ് പോയി ആ കടൽ തീരത്ത് ഞങ്ങൾ അവിടെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു ടീമുമായി ആദ്യം പരിചയപ്പെട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു സംഘർഷാവസ്ഥയിലേക്ക് എത്തി. ഞങ്ങളുടെ കൂടെയുള്ള ഒരു സ്നേഹിതനുമായിട്ട് അത് ഉടക്കായി. ചുരുക്കി പറഞ്ഞാൽ അത് വലിയൊരു അടി ആയി മാറി. ആ അടിക്കൂട്ടത്തിൽ ഞാനും പെടാനിട വന്നു. പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളെ വാടാനപ്പള്ളി സ്റ്റേഷനിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. 4:30 ഞങ്ങളെ പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു 7 മണി 8 മണിയായ സമയത്ത് എൻ്റെ ഉള്ളമാകെ തകർന്നു. എൻ്റെ ഹൃദയമാകെ തകർന്നുപോയി. എൻ്റെ ഒറ്റ ആഗ്രഹം എൻ്റെ പപ്പയെ എനിക്ക് കാണണം. എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരം വന്നപ്പോ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ പിതാവിനെ കാണണം, എൻ്റെ പപ്പയെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരാൾ സംസാരിക്കാൻ തുടങ്ങി. അതിന് വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഉള്ളിൽ പറഞ്ഞത്: ലിജോ, നീ എവിടെയാ നിൽക്കുന്നേ എന്നുള്ള ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ ആ ചോദ്യത്തിന് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: ഞാൻ അടിയുണ്ടാക്കി, പോലീസ് പിടിച്ചു, ഞാൻ സ്റ്റേഷനിലാണ്. രണ്ടാമത്തെ ചോദ്യം: ലിജോ, നിന്റെ പപ്പ എവിടെയാണ്? ഞാൻ വാക്കിന് ഉത്തരം പറഞ്ഞത്: എൻ്റെ പപ്പ യേശുവിനെ പ്രസംഗിച്ച് സുവിശേഷം പറഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടാകും. ചോദ്യം കഴിഞ്ഞു, ഉത്തരവും കഴിഞ്ഞു. വീണ്ടും അല്പനേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇതേ സെയിം ചോദ്യം വീണ്ടും എന്നോട് ആവർത്തിച്ചു: ലിജോ, നീ എവിടെയാ നിൽക്കുന്നത്? ഞാൻ ആ ചോദ്യത്തിന് വീണ്ടും മറുപടി പറഞ്ഞു: ഞാൻ നിൽക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാണ്. വീണ്ടും നാലാമത്തെ ഭാഗം: നിന്റെ പപ്പ എവിടെയാണ്? ഞാൻ പറഞ്ഞു അതിന്റെ മറുപടിയായിട്ട്: എന്റെ പപ്പ യേശുവിനെ പ്രസംഗിച്ച് സുവിശേഷം പറഞ്ഞ് വീട്ടിൽ വന്നു. 2 ചോദ്യവും 2 ഉത്തരവും എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. വളരെ ഭയം പോലെ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. അന്ന് 11 മണി രാത്രി സമയത്ത് കേസ് മുഴുവൻ ഞങ്ങളുടെ പേരിൽ എഴുതി ഞങ്ങളെ വിട്ടയച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ഒരു 11:30-12 മണി സമയത്ത് വീട്ടിൽ വന്നു കയറുമ്പോൾ വീട്ടിലുള്ളവർക്ക്, എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ പപ്പയോട് ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ടു, ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അന്നാണ് എൻ്റെ പപ്പയും മമ്മിയും അറിയുന്നത്. അവരാഗ്രഹിക്കുന്ന കർത്താവിന്റെ റൂട്ടിലൂടെ അല്ല മോൻ പോയിക്കൊണ്ടിരുന്നത്, വഴി വേറെയായിരുന്നു. എൻ്റെ പപ്പ വാവിട്ട് വീട്ടിൽ നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ മമ്മി കരയാൻ തുടങ്ങി. എൻ്റെ ചേച്ചി കരയാൻ തുടങ്ങി. എല്ലാവരും വാവിട്ട് നിലവിളിച്ച് കരയുന്ന സമയത്ത് ഞാൻ എൻ്റെ പപ്പയുടെ കരത്തിൽ ചേർത്ത് പിടിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു: പപ്പ, ഇനി ഞാൻ ചെയ്യില്ല, എനിക്കൊരു അവസരത്തായോ, ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് എൻ്റെ പ്രാർത്ഥനാ റൂമായ എൻ്റെ അന്നത്തെ റൂമിൽ
ഞാൻ കയറി വാതിലടച്ചു. എന്റെ കട്ടിലിൽ ഞാൻ മുട്ടുമടക്കി ഇരുന്ന് ഞാൻ എൻ്റെ യേശു കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ഇങ്ങനെയാണ്: യേശുവേ, നീ സത്യ ദൈവമാകും, നീ എന്നെ വിടുവിച്ചതാണെന്നും ഒക്കെ എനിക്കറിയാം, നീ എന്നെ അനുഗ്രഹിച്ചതാണെന്നും എല്ലാം എനിക്കറിയാം. പക്ഷെ എൻ്റെ ഈ യൗവന പ്രായത്തില് എനിക്ക് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നീ എന്നെ ഒന്ന് സഹായിക്കാമോ? നീ എന്നെ ഒന്ന് സഹായിച്ചാൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിക്കാം. ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾക്ക് ഞാൻ അടിമയായിരുന്നു. എനിക്ക് കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത ചില പാപങ്ങൾ, ചില ലഹരിയുടെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങാനിടുന്നു. അതിലൊരു ലഹരി എനിക്ക് ഒരിക്കൽ പോലും കളയാൻ പറ്റാത്തതുപോലെ ഞാൻ അതിന് അഡിക്റ്റ് ആയി മാറി. 1000 തവണ ഞാൻ അത് യൂസ് ചെയ്തിട്ട് കളഞ്ഞിട്ട് എത്ര രാത്രിയായാലും ഞാൻ അത് വീണ്ടും പോയി സ്വീകരിക്കുമായിരുന്നു. കാരണം അത്രത്തോളം എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുപോലെ എന്നെ അത് അടിമപ്പെടുത്താൻ ഇടവന്നു. ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങള്, ഞാൻ കൊണ്ടു നടക്കുന്ന പാപങ്ങള് എന്നെ കൊണ്ട് കഴിയില്ല. യേശുവേ, നീ എന്നെ ഒന്ന് സഹായിക്കുമോ? ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. ഞാൻ എന്നെ തന്നെ പ്രയത്നിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതെല്ലാം മാറ്റാൻ നോക്കിയതാ. പക്ഷെ 1 ദിവസം 2 ദിവസമാണ് അതിനൊക്കെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞു, യേശുവേ, നാളെ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് എന്റെ സ്നേഹിതന്മാരോടെല്ലാം ഞാൻ പറയും, ഞാൻ ഇനി ഒരു ഫംഗ്ഷനുകൾക്കല്ലാതെ ഞാൻ ഒരു പരിപാടിക്ക് നിങ്ങളുടെ അടുക്കൽ വരില്ല. ഞാൻ സിംഗപ്പൂർ, മലേഷ്യ ടൂറിന് വരില്ലെന്ന് ഞാൻ മുതലാളിയോട് പറയാം. കർത്താവ്, ഈ 2 കാര്യമാണ് എന്നെ കൊണ്ട് കഴിയുള്ളൂ. ബാക്കി എന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പാപ സ്വഭാവങ്ങളും മാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല. യേശുവേ, എനിക്ക് ആഗ്രഹമുണ്ട് യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന്. എന്റെ പപ്പ കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് നടക്കുന്നില്ല. യേശുവേ, നീ എന്നെ ഒന്ന് സഹായിക്കാമോ? ഇതെല്ലാം ഞാൻ യേശുവിനോട് സംസാരിക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, എന്റെ നെഞ്ചത്ത് മുഴുവൻ കണ്ണീർ കൊണ്ട് നിറയാനിട വന്നു. ഞാൻ ആ രാത്രി സമയമെടുത്ത് ഞാൻ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ലൈഫിൽ ഞാൻ ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും എന്റെ മുമ്പിൽ വരുന്നത് പോലെ എനിക്ക് മനസ്സിലായി. ഓരോ പാപവും ഞാൻ യേശുവിനോട് ഏറ്റുപറയാൻ തുടങ്ങി. യേശുവേ, ഇന്ന പാപം ഞാൻ ചെയ്തു, എന്നോട് ക്ഷമിക്കണം, എന്നെ കൊണ്ട് കഴിയുന്നില്ല ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നീ എന്നെ ഒന്ന് സഹായിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു സമയം വരെ രാത്രി ഞാൻ ഇരുന്നു ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴോ കടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ യേശുവിനോട് പറഞ്ഞ 2 വാക്കുണ്ട്. ഒന്ന് എന്റെ സ്നേഹിതന്മാരോട്, 2 എന്റെ ഓണേഴ്സിനോട് സംസാരിക്കുക. ഞാൻ 2 പേരെയും 2 ടീമുകളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി വരില്ല, ഞാൻ ഇനി ഒരു ടൂറിനോ ഒരു പരിപാടിക്ക് ഞാനില്ല. ഞാൻ എൻ്റെ അപ്പച്ചന്റെ കൂടെ പ്രാർത്ഥനയ്ക്കും സുവിശേഷീകരണത്തിന് പോകാൻ ആഗ്രഹിക്കുന്നു. അതിലൊരു ടീം എന്നെ വല്ലാതെ കളിയാക്കി. സ്വർഗം ഭൂമിയിലെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ആ ഭൂമിയിലെ സ്വർഗം എനിക്ക് വേണ്ട, യേശു നൽകി തരുന്ന സ്വർഗം എനിക്ക് മതി. അവർ പലരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ വരില്ല, എനിക്ക് എൻ്റെ യേശുവിനോട് കൂടെ എനിക്ക് പോകണം. ഞാൻ ഇത് കഴിഞ്ഞ് ഈ ഫോൺ ക്ലോസ് ചെയ്ത് ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ എടുത്ത തീരുമാനത്തിൽ 2 കാര്യമാണ് അങ്ങോട്ട് പറഞ്ഞത്, ഞാൻ അത് നിവൃത്തീകരിച്ചു, നീ എന്നെ സഹായിക്കണം. ഇതാണ് ഞാൻ യേശുവിനോട് പറഞ്ഞത്. ചുരുക്കി പറയട്ടെ, ഇന്നേക്കൊരു 16 വർഷം എന്റെ ലൈഫിനെ, ഈ സെക്കൻഡ് വരെയും എന്റെ ലൈഫിനെ കർത്താവ് തിരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ചില പാപങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. പക്ഷേ ആ ഒരു രാത്രി എന്റെ പ്രാർത്ഥന എന്റെ ലൈഫിനെ തിരിച്ചു. എന്നാൽ ഈ മുൻ പാപങ്ങളിൽ കൂടെ ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ എന്റെ പപ്പയോട് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങളുടെ വീടിന്റെ ഗ്രാമത്തിലെ കടകളിൽ സ്നേഹിതന്മാരെ പപ്പ കാണുമ്പോൾ പലപ്പോഴും പപ്പയോട് സ്നേഹിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ജോർജ് പാസ്റ്ററെ, നിങ്ങൾ പോകുന്ന റൂട്ടിലൂടെ നിങ്ങളുടെ മകൻ വരുമെന്ന് പ്രതീക്ഷിക്കണ്ടാട്ടോ എന്ന് പല പ്രാവശ്യം എന്റെ പപ്പയോട് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊന്നും പപ്പ എന്നോട് പറയാതെ ഈ കേട്ടതെല്ലാം പപ്പ ഉള്ളിൽ സംഗ്രഹിച്ച് വീട്ടിലിരുന്ന് രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എന്റെ പപ്പയ്ക്കുണ്ടായിരുന്നു. ഞാൻ എത്ര രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രഭാതത്തിൽ 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ വീട്ടിൽ വന്ന് കയറുമ്പോ എന്റെ പപ്പയുടെ പ്രാർത്ഥന എനിക്ക് കേൾക്കാം. ഈ സമയത്ത് ഞാൻ ഉള്ളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ ദൈവമേ, ഇതെങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? എനിക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ എനിക്ക് ദേഷ്യം വരും, എനിക്ക് കോപം വരും, എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ അങ്ങനെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് ദേശത്ത് എന്റെ പപ്പയോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്റെ മാനസാന്തരത്തിനായി ഞാൻ ഇരുന്ന റൂമിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച പിറ്റേ പ്രഭാതം മുതൽ ഞാൻ നിങ്ങളോട്
യേശുവിനെ ഉയർത്തുന്ന ഈ സമയം വരെ ഞാൻ ഒരു പാപത്തിലേക്കും വീഴാതെ വണ്ണം യേശു കർത്താവ് എന്നെ സഹായിച്ചു. എന്റെ വാക്കുകൾ ചേഞ്ചായി, എന്റെ സംസാരം ചേഞ്ചായി, എന്റെ നോട്ടം ചേഞ്ചായി, എന്റെ ജീവിത ശൈലികൾ ചേഞ്ചായി, എന്റെ സ്നേഹിതരെ ചേഞ്ചായി. ടോട്ടലി ഞാൻ പുതുതായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നതുപോലെ ഞാൻ ടോട്ടലി ആള് മാറാനിട വന്നു. എന്റെ വാക്കുകൾ എനിക്ക് തന്നെ ചില സമയത്ത് അസ്വസ്ഥത തോന്നിയിട്ടുണ്ട്. ആ ഒരു ഭാഗം തൊട്ട് എല്ലാം കർത്താവ് ഒരു രാത്രി കൊണ്ട് എന്നെ ലൈഫിനെ ദൈവം ചേഞ്ച് ചെയ്തു. ഈ ബൈബിളിൽ യെശയ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന് 14-15 വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ വരുവോളം തന്നെ വന്നാൽ മരുഭൂമി മാറി ഉദ്യാനമാകാൻ എണ്ണപ്പെടുന്നത് പോലെ എന്റെ ലൈഫിലെ മരുഭൂമി, ഈ ലോകവും അതിന്റെ മോഹങ്ങൾ കൊണ്ട് കയറിയ ഈ സമയത്ത് എന്റെ ഉള്ളിൽ ഒരു വലിയൊരു ആഗ്രഹം, യേശുവേ എനിക്ക് അങ്ങയെക്കുറിച്ചൊന്ന് പറയാൻ ഒരു ഭാഗ്യം തരണമേ. ആ സമയത്ത് എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു സ്നേഹിതന്മാരും എന്റെ ലൈഫിലില്ല. എന്റെ സ്നേഹിതന്മാരെല്ലാം ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിലുള്ള സ്നേഹിതന്മാരാ. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുവേ എനിക്ക് നല്ല അങ്ങയെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരെ, സ്നേഹിതന്മാരെ എനിക്ക് തരണം. എന്റെ ആരംഭ ജീവിതത്തിൽ ഈ കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സ്നേഹിതനെ കിട്ടി. ഞാൻ ഇന്ന് ഓർക്കുന്നു, സുഭാഷ് എന്ന് പറയുന്ന ഒരു നല്ല കർത്താവിന്റെ ദാസൻ, നല്ലൊരു പാട്ടുകാരൻ. ഈ കർത്താവിന്റെ ദാസൻ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. ഒരുപാട് മീറ്റിങ്ങുകളിൽ എന്നെ കൊണ്ടുപോകാൻ ഇടവന്നു. ഇങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ പപ്പയുടെ ഒരു അനിയനുണ്ട്, പത്രോസ് എന്ന് പറയുന്ന ഒരു ചാച്ചൻ എന്നാ ഞാൻ വിളിക്കുന്നത്. ആള് നല്ലൊരു സുവിശേഷകനാ. ഞാൻ ചോദിച്ചു, ചാച്ചാ എന്നെയും കൂടി കൊണ്ടുപോകുമോ സുവിശേഷ വേലയ്ക്ക്? ഞാൻ പോകുമ്പോൾ തീർച്ചയായും. ചാച്ചൻ പറഞ്ഞു, നിന്നെ കൊണ്ടുപോകാൻ മോനെ. ഞാൻ ചാച്ചന്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, ചാച്ച എനിക്ക് എന്നെ വിടുവിച്ച് യേശുവിനെ കുറിച്ച് എനിക്കൊരു 4 വാക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു അവസരം സഹായിച്ചു തരണമേ. ചാച്ചൻ പറഞ്ഞു, തീർച്ചയായും മോനെ. ഓരോ വീട്ടിൽ കയറി ട്രാക്ട് കൊടുക്കുമ്പോൾ ചാച്ചൻ പറയും, ഈ മോന് നല്ലൊരു അനുഭവം ഉണ്ട്. എന്നിട്ട് എനിക്കൊരു അവസരം തരുമ്പോൾ ഞാനൊരു വാക്ക്, യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ വിടുവിച്ചു എന്നൊരു വാക്ക് പറയുമ്പോഴത്തേനും എന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങും. ബാക്കിയെല്ലാം പൂരിപ്പിക്കുന്നത് എന്റെ ചാച്ചനായിരുന്നു. തിരിച്ച് ഞാൻ ചാച്ചന്റെ കൂടെ ആ വീട്ടിൽ നിന്ന് മടങ്ങി ഭവനങ്ങളിലേക്ക് കയറി ഇറങ്ങുമ്പോൾ എന്റെ ഉള്ളിൽ വേദനിക്കാൻ തുടങ്ങും. യേശുവേ വേറെ ഒന്നും നീ എനിക്ക് തരണ്ട. യേശു എന്നെ ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തിൽ നിന്ന് വിടുവിച്ചു എന്നൊരു സാക്ഷ്യം പറയുവാൻ, യേശു എന്നെ ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ചു എന്നൊരു സാക്ഷ്യം പറയുവാൻ, ഈ ലോകത്തിന്റെ സകല പാപങ്ങളും ആസ്വദിച്ച എന്റെ ജീവിതത്തിൽ നിന്ന് യേശു ഒരു മാറ്റം തന്നു എന്ന് പറയുവാൻ ഒരു ഭാഗ്യം തരണമേ. അതിനു പോലും കഴിവില്ലേ യേശുവേ, എനിക്ക് നീ എന്നെ ഒന്ന് സഹായിക്കണമേ. ഇതായിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആഗ്രഹം. എന്നാൽ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന കർത്താവ് ജീവിതത്തിൽ അനുഭവങ്ങളെ മറ്റു പലരോടും ഷെയർ ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ജോലിയിൽ ദൈവം ഓരോ നിമിഷവും വർധനവ് തന്നുകൊണ്ടിരുന്നപ്പോൾ എന്റെ പപ്പ എന്നോട് പറഞ്ഞു, മോനെ നമുക്ക് സുവിശേഷ വേല നമുക്ക് വർദ്ധിപ്പിക്കാം. അങ്ങനെയാണ് എന്റെ പപ്പയുടെ ഉള്ളിൽ കർത്താവ് നൽകി തന്ന പ്രകാരം എന്റെ പപ്പ ഇമാനുവൽ ഗോസ്പൽ ടീം എന്നൊരു ടീം രൂപീകരിച്ചു. ആഴ്ചകളിൽ സുവിശേഷ പ്രവർത്തനങ്ങളും ആയിട്ട് ഒരു ടീമിനെ രൂപീകരിച്ചു. ഈ സമയത്ത് തൃശ്ശൂരിലെ ജില്ലാ ജയില്, സബ് ജയില്, സെൻട്രൽ ജയില്, ഇതിനൊക്കെല്ലാം ഒരു അവസരം, അതിനുവേണ്ടി ഒരു ലൈസൻസ് ദൈവം ഒരുക്കി തന്നു. ഞങ്ങളുടെ മിനിസ്ട്രികൾ വർദ്ധിക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് സുവിശേഷീകരണം, ഒരു ഭാഗത്ത് ജയിൽ മിനിസ്ട്രി ആരംഭിച്ചു. അതിലൊപ്പം എനിക്കും എന്റെ പപ്പയോടുകൂടെ യാത്ര ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശോപ്പ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവില്ല. എന്റെ പപ്പ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. യേശോപ്പ എന്നെ ഒന്ന് പ്രാർത്ഥിപ്പാൻ, എനിക്കൊന്ന് ഇരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എന്റെ ലൈഫിലെ പ്രാർത്ഥനയുടെ വഴിയെ കർത്താവ് തുറന്നു തരാൻ തുടങ്ങി. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശോപ്പ എന്റെ പപ്പ പ്രസംഗിക്കുന്നത് പോലെ എനിക്ക് പ്രസംഗിക്കാൻ ഒരു കൃപ തരണേ. ഞാൻ പ്രാർത്ഥിക്കാൻ, ഇതൊക്കെയായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ. പിന്നെ ഞാൻ പതുക്കെ അനുഭവങ്ങളും അല്പം വചനങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങാൻ ആരംഭിച്ചു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് വീണ്ടും എനിക്ക് 3ാമതൊരു മിനിസ്ട്രി തന്നു, ഒരു മ്യൂസിക് ടീമിനെ. തൃശ്ശൂരിൽ അനുഗ്രഹിക്കപ്പെട്ട ഇമാനുവൽ വോയിസ് എന്ന് പറയുന്ന നല്ലൊരു മ്യൂസിക് ടീമിനെ കർത്താവ് ഞങ്ങൾക്ക് തരാനിട വന്നു. അത്യാവശ്യം 10-15,000 വാട്ട്സ് സൗണ്ടും അതിനുള്ള ട്രാവലറും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് കർത്താവ് ഇതെല്ലാം ബിസിനസ്സിൽ നിന്ന് ദൈവം എനിക്ക് തരാൻ തുടങ്ങി. ഞാൻ ഒരു വാക്കും കൂടി എന്റെ പ്രേക്ഷകർ കേൾക്കാൻ ഞാൻ പറയുന്നു. ഞാൻ ഈ ഭൂമിയിൽ കണ്ട ഏറ്റവും നല്ലൊരു ബിസിനസ് എന്ന് പറയുന്നത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിതയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ നാമം പ്രതി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി നാം സമയം ചെലവിടുന്നതും നാം അവന് വേണ്ടി ചെലവായി പോകുന്നതെല്ലാം 100 മടങ്ങ്
ദൈവം നമുക്ക് മടക്കി തരും. എന്റെ ഒറ്റ ആഗ്രഹം ഒന്നുള്ളൂ, എനിക്ക് എന്റെ കർത്താവിനെ, എന്നെ വിടുവിച്ച, എന്നെ രക്ഷിച്ച എന്റെ കർത്താവിനെ എനിക്ക് ഉയർത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്ക് മ്യൂസിക് ടീം തന്നു. മ്യൂസിക് ടീം കർത്താവ് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഗോസ്ബൽ ടീമിനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. 6 ജില്ലകളിലേക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. പപ്പ ഗോസ്ബൽ ടീമിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മ്യൂസിക് ടീമിന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ദൈവം ഭാഗ്യം തന്നു. എന്നോട് ഒരുപാട് അഭിഷിക്തന്മാര് എന്നോട് കൂടെ ചേരുവാൻ ഇടവന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതിൽ എനിക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത അഭിഷിക്തന്മാരിൽ ഒരു അഭിഷിക്തനാണ് പാസ്റ്റർ ജോമോൻ സാമുവൽ. എന്നെ ചേർത്ത് പിടിച്ച് എന്നെ മീറ്റിങ്ങുകൾ കൊണ്ടുപോവുകയെല്ലാം ചെയ്ത ഒരു ശക്തനായ ഒരു അഭിഷിക്തനാണ് ജോമോൻ സാമുവൽ. കൂടെ പാസ്റ്റർ ബോവസ്, പാസ്റ്റർ സാബു വർഗീസ്, പാസ്റ്റർ സാജു, ഒരുപാട് അഭിഷിക്തന്മാരെ എനിക്ക് കൂടെ നൽകി തന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാരെ, യൗവനക്കാരെ എനിക്ക് നൽകി തരാൻ ഇടവന്നു. എന്റെ ഈ ഒരു മാറ്റം എന്റെ സ്നേഹിതന്മാര് ചിലർ കാണാൻ ഇടവന്നു. ആ സ്നേഹിതന്മാർ എന്റെ മാറ്റം കണ്ടപ്പോൾ ഓരോരുത്തരായിട്ട് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ടെസ്റ്റ് മണി പറഞ്ഞ കർത്താവിദാസൻ രാധാകൃഷ്ണൻ, പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കർത്താവിദാസനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് ഭാഗ്യം തന്നു. രണ്ടാമത് സ്നേഹിതനായിരുന്നു പാസ്റ്റർ ജെയ്മോൻ, ഫുൾ ഗോസ്പൽ ചർച്ചിൽ ഇന്ന് പാസ്റ്ററാണ്. വളരെ സന്തോഷത്തോടെ ഒരു കൂട്ടം സ്നേഹിതന്മാരുമായിട്ട് ഈ കർത്താവിനെ ഉയർത്താൻ കേരളവും കേരളത്തിന് പുറമേയുമായിട്ട് യാത്ര ചെയ്യാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. ഈ സമയത്തെല്ലാം വീണ്ടും എന്റെ പപ്പയുടെ ചർച്ച് മിനിസ്ട്രി വർദ്ധിക്കാൻ തുടങ്ങി. 1, 2, 3, 4 സഭകളെ കർത്താവ് നൽകി തന്നു. ഇതിനോടൊപ്പമൊക്കെ എന്റെ പപ്പയോട് ചേർന്ന് നിൽപ്പാൻ എനിക്ക് ഭാഗ്യം തന്നു. ഇതെന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളായിരുന്നു. 1ാം ഘട്ട സുവിശേഷ വേലയിലേക്ക് എനിക്ക് പോകാൻ ഭാഗ്യം തന്നു. 2 മിനിസ്ട്രിയിലേക്ക് കർത്താവ് സ്റ്റെപ്പ് വെക്കാൻ ഭാഗ്യം തന്നു. ഇതിന്റെ എല്ലാം മുന്നിൽ ഓടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 3ാമത്തെ സ്റ്റെപ്പിലേക്ക് എനിക്ക് ഒരു ശുശ്രൂഷയുടെ അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് എന്നെ കയറ്റാൻ ഇടവന്നത് എറണാകുളത്ത് പാലാരിവട്ടത്ത് പാസ്റ്റർ ജോണിക്കുട്ടി എന്ന് പറയുന്ന അവർ നടത്തുന്ന നേതൃത്വം നടക്കുന്ന ഒരു പവർ സ്റ്റേഷന്റെ കോൺഫറൻസിൽ, അവിടുത്തെ ആ മീറ്റിംഗിൽ ആ ടീമിൽ, അവരുടെ ടീമിൽ ഒരു ശുശ്രൂഷകനാക്കി കർത്താവ് എന്നെയും കൊണ്ടുവന്ന് ചേർത്തു. എന്റെ ലൈഫിൽ 3ാമത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള കർത്താവിന്റെ ദാസൻ ജോണിക്കുട്ടി പാസ്റ്റർ, കെ വി ഷാജു പാസ്റ്റർ, ബിജു പാസ്റ്റർ, പാസ്റ്റർ അഭിലാഷ് കെ, അജി അപ്പലോസ്, ജോമോൻ പാസ്റ്റർ എന്ന ശക്തരായ ദൈവദാസന്മാരോടുകൂടെ എനിക്കും ആ ടീമിൽ ദൈവം ഒരു ഭാഗമാക്കാൻ ഇന്നേക്ക് 3 വർഷം മുമ്പേ ദൈവം ഭാഗ്യം തന്നു. അതെന്റെ മിനിസ്ട്രിയുടെ അടുത്തൊരു വളർച്ചയായിരുന്നു. എനിക്ക് ശുശ്രൂഷകളിലേക്ക് അടുത്തൊരു വഴിത്തിരിവായിരുന്നു. കേരളത്തിന് പുറത്തെല്ലാം ഈ യേശുവിനെ ഉയർത്താൻ ശുശ്രൂഷകൾക്കായി പോകുവാൻ ഇതെല്ലാം എനിക്ക് ദൈവം ഭാഗ്യമൊരുക്കി. ഞാനിവിടെ എന്റെ സാക്ഷ്യത്തെ ഞാൻ ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന നല്ല പ്രേക്ഷകരോട് ഞാൻ 1-2 വാക്കിൽ കൂടെ സംസാരിക്കട്ടെ. ജീവിതത്തിൽ ഏത് സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്കൊന്ന് ഉറപ്പുണ്ട്, ഈ കർത്താവ് നമ്മളെ കൈവിടുകയില്ല. എത്ര കണ്ണുനീരിന്റെ അനുഭവം വന്നാലും, എത്ര വേദനയുടെ അനുഭവം വന്നാലും, പടക് എത്ര ശൂന്യമായാലും, പടകിലേക്ക് എത്ര കാറ്റടിച്ചാലും, കർത്താവ് നമ്മുടെ പടകിലുണ്ടോ, ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. എന്റെ മാരകമായ രോഗം എന്നെ പിടിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് ജീവൻ നൽകി തന്നു. ആത്മഹത്യയിൽ നിന്ന് വിടുതൽ തന്ന്, പാപത്തിന്റെ മോഹങ്ങളെ മുഴുവൻ ആസ്വദിച്ച് ലൈഫ് മുന്നോട്ട് പോയി എന്റെ ജീവിതത്തിൽ ഒരു രാത്രി കൊണ്ട് എന്റെ ലൈഫിനെ തിരിച്ച് എന്നെ ഇത്രത്തോളം സമാധാനത്തോടെ സന്തോഷത്തോടെ എന്നെ കർത്താവ് വഴി നടത്തിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഏത് അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഈ കർത്താവിനോട് ഒരു പപ്പയോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഈ കർത്താവിനോട് സംസാരിക്കും. ഏത് സാഹചര്യത്തെ മാറ്റാൻ എന്റെ കർത്താവ് സർവ ശക്തനാണ്. എന്റെ കർത്താവിനെ കുറിച്ച് വിശുദ്ധ അഭിഷിക്ത പ്രവാചകന്മാർ പറയുന്നത്, എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യം അല്ലെന്ന. മനുഷ്യർക്കെല്ലാം അസാധ്യമായി നിൽക്കുമ്പോൾ ദൈവത്തിനോ സകലവും സാധ്യമാണ്. കർത്താവ് ഇന്നയോളം ദൈവം എന്നെ വഴി നടത്തുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ഒരു വചനം ഒന്നുകൂടി എടുത്തു പറയുന്നു. ഒരുവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ അവന്റെ ശൈലി മാറ്റും, അവന്റെ ചിന്തകൾ മാറ്റും, അവന്റെ നോട്ടം മാറ്റും, അവന്റെ ടോട്ടലി സാഹചര്യങ്ങളെ മാറ്റും. ഒരു അനുഭവത്തെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ ഭവനത്തിൽ അറിയാം അവന്റെ ചേഞ്ച്, അവന്റെ ദേശത്തറിയാം അവന്റെ ചേഞ്ച്, പട്ടണങ്ങളില് അറിയാം അവനെ ചേഞ്ച് ആകുന്നത്. ഇതുപോലെ എന്റെ ലൈഫിൽ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ നാളുകളിൽ ഞാനും എന്റെ കുടുംബവും, എന്റെ ഭാര്യ ജോയ്സിയും എന്റെ മക്കൾ ജോയിലും ഹന്നയുമായി ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന്
കുന്നുകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി. എന്റെ ഏകദേശം യാത്രയിൽ 2 വളവ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു പോലീസ് വണ്ടി നിർത്തി ചെക്കപ്പ് നടത്തുമായിരുന്നു. കറക്റ്റ് SI സാർ കണ്ടു എന്റെ സീറ്റ് ബെൽറ്റ് ഇടാത്തത്, കൈ കാണിച്ചു. ഞാൻ വണ്ടി ഒതുക്കുമ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ജോയ്സി പെട്ടു, ഞാൻ കാശ് അടച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വണ്ടി നിർത്തി ഞാൻ ഈ SI സാറിന്റെ അടുക്കിലേക്ക് ഞാൻ അടുത്തേക്ക് വരികയാണ്. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും ഞാൻ ഇന്ന് പാർക്കുന്ന എന്റെ സ്ഥലപ്പേരുണ്ട്. ആ സ്ഥലപ്പേര് വട്ടായി എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ അത് വട്ടായി എന്നല്ല, വെട്ടായി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ പറഞ്ഞു അത് വട്ടായി ആയി. അപ്പൊ ഈ ഒരു പേര് ഞാൻ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും ഞാൻ പറയില്ല. ഒന്ന് ഞാൻ തൃശ്ശൂര് പറയും, 2 ഞാൻ പൂമല പറയും, പിന്നെ ഞാൻ ചോറ്റുപാറ പറയും, പിന്നെയും ചോദിച്ചാൽ ഞാൻ ചെപ്പാറ എന്റെ ചർച്ച ഇരിക്കുന്ന സ്ഥലം പറയും, പിന്നെയും ചോദിച്ചാലാണ് ഞാൻ ഈ വട്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലം പറയും. ഏറ്റവും നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഗ്രാമമാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് വട്ടായി. കേരളത്തിൽ പുറത്തുനിന്നെല്ലാം ജനം ഒരുപാട് കൂടി വരുന്ന ഒരു നല്ലൊരു ഗ്രാമപ്രദേശവും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഞങ്ങളുടെ സ്ഥലം. പക്ഷെ ഞാൻ എല്ലാവരോടും ഈ ഒരു പേര് പറയുമ്പോൾ ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയാറില്ല. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ എന്റെ തനിമയിൽ SI സാറിന്റെ അടുക്കൽ വന്ന് എന്നോട് ചോദിച്ചു, തെറ്റ് മനസ്സിലായോ? തെറ്റ് മനസ്സിലായി സാറേ, എഴുതാൻ പോവുകയാണ് സാറേ, എഴുതിക്കോ. അപ്പൊ എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്താ, സോറി നിന്റെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സ്ഥലം പൂമല. അപ്പൊ SI സാർ ചോദിച്ചു, പൂമലയിൽ എവിടെയാടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ചോറ്റുപാറയെന്നു. ചോറ്റുപാറയിൽ കറക്റ്റ് സ്ഥലം എവിടെയാടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു സാറേ ചെപ്പാറയെന്ന് പറഞ്ഞു. അപ്പൊ സാറിന് ഇച്ചിരി ദേഷ്യം വരാൻ തുടങ്ങി. കറക്റ്റ് സ്ഥലം പറയടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ കറക്റ്റ് സ്ഥലം വട്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ സാറ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ വീട് വട്ടായിലാണോ? അതെ സാറേ എന്റെ വീട് വട്ടായില. അവിടെ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററെ, ഒരു ഉപദേശിനെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും സാറേ, ഞാൻ ആ ഉപദേശിനെ അറിയാം. ആ ഉപദേശിക്ക് ഒരു മോനുണ്ട്, അവന്റെ പേര് ലിജോ എന്ന, നിനക്ക് അവനെ അറിയാമോ എന്ന് ചോദിച്ചു. സാറേ തീർച്ചയായും എനിക്ക് ആ ലിജോയെ അറിയാം. അടുത്ത വാക്കിനോട് ഈ സാറ് SI സാറ് എന്നോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ആ സഹോദരൻ ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടു, അവൻ വലിയ ബിൽഡിംഗ് ഒക്കെ പണിത് ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ഫുഡും ഭയങ്കര പരിപാടിയാ. ആ സഹോദരൻ നിനക്ക് അറിയാമോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ ആ വ്യക്തി ഞാനാന്ന് പറഞ്ഞു. നീയാണോ ആ വ്യക്തി? അതെ, ആ പാസ്റ്ററിന്റെ പപ്പയാണ്, ഞാനാണ് ആ വ്യക്തി ലിജോ. എന്നോട് ആ SI സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ പൈസ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു ഇല്ല സാറേ, ഞാൻ തെറ്റ് ചെയ്തല്ലേ. ഇല്ല മോനെ, നിന്റെ പൈസ വേണ്ട, നീ പൊക്കോ. ഈ ഒരു അനുഭവം എന്റെ ലൈഫിനെ ഉള്ളിൽ വല്ലാതെ ചിന്തിക്കാൻ ഇടവന്നു. എന്റെ ദേശം എന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ജോർജ് പാസ്റ്ററെ നിങ്ങളുടെ മോൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടെ വരില്ലെന്ന്. പക്ഷെ ഒരു ദിവസം കർത്താവുമായുള്ള ബന്ധം എന്റെ ലൈഫിനെ തിരിച്ചു. പരിശുദ്ധാത്മാവ് വീണ്ടും എന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എന്റെ ഭവനം തിരിച്ചറിയാൻ തുടങ്ങി. എന്റെ ലൈഫിലെ ടോട്ടലി ചേഞ്ച്. എന്റെ ദേശം അറിയാൻ തുടങ്ങി, എന്റെ പട്ടണങ്ങൾ അറിയാൻ തുടങ്ങി, അധികാരികൾ അറിയാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് മാറ്റിത്തരും. നമുക്ക് ജയിക്കാൻ പറ്റാത്ത ഏത് പാപം, ഏത് സ്വഭാവം, എത്ര വലിയ സാഹചര്യം വന്നാലും ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈ കർത്താവിന് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് എന്റെ ഈ ടെസ്റ്റിമണിയിൽ നിന്ന് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുയേശു ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇത്ര സമയം യേശുപ്പ എനിക്ക് അങ്ങയെക്കുറിച്ച് പറയുവാൻ ദൈവം ഭാഗ്യം തന്നു. എന്നെ കേൾക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾ, വ്യക്തികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ്, ആരെങ്കിലും ഞാൻ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമെങ്കിൽ കർത്താവെ, എന്റെ സാക്ഷ്യം അവർക്ക് യേശുവിൽ ഒരു വിശ്വാസവും ഒരു ധൈര്യവും ഒരു പ്രചോദനമായി മാറും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പ എന്നെ പോലെ യുവാക്കളായി യുവതികളായി ദൈവമേ യേശുവുമായുള്ള ബന്ധത്തിൽ അകന്ന് ആരെങ്കിലും കർത്താവെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അവർക്ക് മടങ്ങി വരാൻ കഴിയാത്ത ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഈ ടെസ്റ്റ് മണി മുഖാന്തരം കർത്താവെ പരിശുദ്ധാത്മാവിനോട്, യേശു കർത്താവിനോട് ഒന്നുകൂടി ആഴമായി അടുപ്പാൻ വലിയൊരു കൃപ തന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കണമേ. ഞാൻ ദൈവമേ ഈ അരോമ ടിവിയിലെ ദൈവമേ കർത്താവിന്റെ ദാസനെ, ഈ ടിവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും ഞാൻ യേശുവിന്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ
നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലിജോ ജോർജ്. വളരെ അനുഗ്രഹീതമായ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദിയും കടപ്പാട് വിതരണത്തിൽ അറിയിക്കുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് കണ്ടുവരുന്നതായ പല സംഭവങ്ങളും ഒന്ന് ഓർപ്പിച്ചുണർത്തുവാൻ ദൈവദാസൻ്റെ വാക്കുകളിലൂടെ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒട്ടുമുക്ക ആൾക്കാരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയാൻ മടിക്കുകയും മറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതചര്യയിൽ വന്നതായ വലിയ മാറ്റം, സാമ്പത്തികമായ ഉയർച്ചയും ഉന്നമനവും വിദ്യാഭ്യാസപരമായ മെച്ചപ്പെട്ട നിലവാരവും ജീവിതത്തിൽ കൈവരിച്ചപ്പോൾ വലിയ ബംഗ്ലാവും കാറും നല്ല ജീവിത സൗകര്യങ്ങളും ഒക്കെ വന്നപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ പലരും പറയാൻ മടിക്കുകയാണ്, അല്ലെങ്കിൽ മറന്നു പോവുകയാണ്, മനഃപൂർവ്വം അതിനെ ഒഴിവാക്കുന്ന അനുഭവങ്ങൾ കാണാറുണ്ട്. കേരളക്കരയിൽ ചില വർഷങ്ങൾക്ക് മുൻപ് നല്ല ഒരു ശതമാനം ജനങ്ങളുടെയും സ്ഥിതി അവസ്ഥ ഒട്ടും മെച്ചപ്പെട്ടതായിരുന്നില്ല എന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. അതിൽ ഒരു വ്യക്തി മാത്രമാണ് കർത്താവിൻ്റെ ദാസൻ ലിജോ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് യാഥാർത്ഥ്യങ്ങളാണ്. കഴിഞ്ഞ ആ ബാല്യകാലത്തിലെ അനുഭവങ്ങൾ, പാറമടയിൽ നിത്യവൃത്തിക്ക് വേണ്ടി ജോലിക്ക് പോയ, കൂടപ്പണി ചെയ്യുന്ന, മെറ്റിലടിച്ചുകൊണ്ടിരുന്ന, തുച്ഛമായ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പിതാവിൻ്റെ മകൻ 8 കെട്ട് ഓലയും കൊണ്ട് ഒരു കൊച്ചു വീട് മേഞ്ഞ് അതിൽ ജീവിതം കഴിച്ചതായ ആ ഒരു ബാല്യം, ചെറ്റപ്പുരയ്ക്കകത്തെ ബാല്യം, അല്ലെങ്കിൽ ചെറ്റപ്പുരയ്ക്കകത്തെ ഒരു മാണിക്യമെന്ന് ഇന്ന് വേണമെങ്കിൽ പറയാം. ദൈവം കണ്ടിരുന്നതായ ആ ദൈവത്തിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിതാനുഭവങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരികയുണ്ടായി. കാരണം അങ്ങനെ ഒരു ബാല്യമായിരുന്നു, അങ്ങനെ ഒരു കുട്ടിക്കാലമായിരുന്നു നമ്മളിൽ പലരുടെയും എന്നോർക്കുമ്പോൾ ഇന്ന് ദൈവം എത്രയധികം നമ്മളെ ആദരിക്കുവാനും അനുഗ്രഹിക്കുവാനും ഇടയായി തീർന്നു. മാത്രമല്ല, മരണകരമായ രോഗം പിടിപെട്ടു. 2 വയസ്സുള്ളപ്പോൾ അമ്മയ്ക്കും അതുപോലെ മകനും ഒരേപോലെ മരണകരമായ രോഗം നേരിടുകയും ഈവൻ സഭയിൽ നിന്ന് അന്ത്യകൂദാശ വരെ നൽകി മരണം സ്ഥിരീകരിക്കപ്പെട്ടതായ ഒരു തലത്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് സർവശക്തൻ മടക്കി വരുത്തി. അത്ഭുതകരമായ ഒരു മടങ്ങിവരവ്, അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ്, അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സർവശക്തൻ്റെ കരം കൂടെയിരുന്നു. ദൈവം പടിപടിയായി സൗഖ്യവും ആരോഗ്യവും സാമ്പത്തികവും ജീവിതത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും ശുശ്രൂഷയുടെ തലങ്ങളും ആത്മീയമായ പല നേതൃത്വങ്ങളും ശുശ്രൂഷയ്ക്കുമൊക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. കർത്താവ് മാനിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, മാതാപിതാക്കന്മാർ, കുടുംബം, കുഞ്ഞുങ്ങൾ, ശുശ്രൂഷ ഒക്കെ കർത്താവ് തന്ന് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവിന് വേണ്ടി ഏറെ നല്ല സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം ഇത്രത്തോളം സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് കർത്താവിൻ്റെ ദാസരോടും കുടുംബാംഗങ്ങളോടതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായി തീർന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിപ്പെടുക മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരങ്ങളുണ്ട്. അത് നിങ്ങൾക്കതിൽ ടൈം സ്ലോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ,
ഗോഡ് ബ്ലസ് യു ഓൾ. ആമീൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.